السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى تدبر سورة آل عمران. واليوم سنتحدث من آية الثالثة وعشرين إلى آية التاسعة وعشرين إن شاء الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر إلى الذين أوتوا نصيبا من الكتاب يدعون إلى كتاب الله ليحكم بينهم ثم يتولى فريق منهم وهم معرضون. ذلك بأنهم قالوا لن تمسنا النار إلا أياما معدودات وغرهم في دينهم ما كانوا يفترون. فكيف إذا جمعناهم ليوم لا ريب فيه ووفيت كل نفس ما كسبت وهم لا يظلمون. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. لا يتخذ المؤمنون الكافرين أولياء من دون المؤمنين ومن يفعل ذلك فليس من الله في شيء إلا أن تتقوا منهم تقاه ويحذركم الله نفسه وإلى الله المصير. قل إن تخفوا ما في صدوركم أو تبدوه يعلمه الله ويعلم ما في السماوات وما في الأرض والله على كل شيء قدير. ألم تر إلى الذين أوتوا نصيبا من الكتاب. نصيب ريال له نصيب ده വിഹിതം. ഓഹരി ഷെയർ ജുസ്ഉം മിൻ ഷൈഇൻ എന്ന് എഴുതിയിട്ടുണ്ട്. ജുസ്ഉം മിൻ ഷൈഇൻ ഒന്നിന്റെ കുറച്ച് ഭാഗം. കിതാബ് യുദ്ഔന എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മണി പ്രയോഗമാണ്. ദഅ യദ്ഉ, ദുഇയ യുദ്അ, യുദ്അ യുദ്ഔന. ദഅ എന്ന് പറഞ്ഞാൽ കർത്തരി പ്രയോഗം. ദഅ വിളിച്ചു, ദുഇയ വിളിക്കപ്പെട്ടു, ദുഇയ. അപ്പൊ യദ്ഉ വിളിക്കുന്നു, യുദ്അ വിളിക്കപ്പെടുന്നു. അപ്പോ യുദ്ഔന ഇലാ കിതാബില്ലാഹി ലിയഹ്കുമ ബൈനഹും ثم يتولى فريق منهم وهم معرضون. ذلك بأنهم قالوا لن تمسنا النار إلا أياما معدودات وغرهم في دينهم ما كانوا يفترون. ഇതെല്ലാം പഴയ വാക്കുകളാണ്. ഫരീഖ് എന്ന് പറഞ്ഞാൽ അത്വാഇഫത്തു മിനന്നാസ്. ഫരീഖ് എന്താ അർത്ഥം? എന്താ? ഒരു വിഭാഗം. ഒരു വിഭാഗം ആണ് ഫരീഖ് എന്ന്. ഒരു ഖറ നമ്മൾ അൽ-ബഖറ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഖറ വഞ്ചിച്ചു, ഖാറുൻ വഞ്ചിക്കുന്നത്, മഗ്റൂറുൻ, ഖറ യഖുറു, ലന്ന യഖുറു പോലെ ഉള്ള ക്രിയയാണ്. അപ്പോൾ ലന്ന യഖുറു ഗ്രൂപ്പിൽ എഴുതിച്ച് നമുക്ക് പഠിക്കാം. ഖറ ഫുലാനൻ എന്ന് പറഞ്ഞാൽ ഖദഅഹു വ അത്മഅഹു ബിൽ ബാത്തിൽ. ഖറ എന്ന് പറഞ്ഞാൽ ഖദഅ വഞ്ചിച്ചു, വ അത്മഅഹു ബിൽ ബാത്തിൽ തെറ്റായ സംഗതിയിൽ അവനെ എന്ത് ചെയ്തു? പ്രേരിപ്പിച്ചു, അത്ര ആഗ്രഹം ജനിപ്പിച്ചു.
ഇല്ലാത്ത സംഗതിയിൽ, ന്യായമല്ലാത്ത തെറ്റായ അല്ലെങ്കിൽ ഇല്ലാത്തതായ സംഗതിയിൽ അവന് ആഗ്രഹം ജനിപ്പിച്ചു. ബിൽ ബാത്തിൽ, ഹക്കിന്റെ ഓപ്പോസിറ്റ് ബാത്തിൽ, അതിലേക്ക് ഈ ആഗ്രഹം ജനിപ്പിച്ചു. അതാണ് ദർറ എന്ന് പറയുന്നത്. فكيف إذا جمعناهم ليوم لا ريب فيه ووفيت وفى يوفي. നമ്മൾ പഠിച്ചിരുന്നു, ബക്കറ പഠിച്ചു. വഫ യുഫി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നൽകി. വഫ യുഫി. വഫ ഷഖ്സ ഹഖഹു എന്ന് പറഞ്ഞാൽ കൊണ്ടിരുന്നുണ്ട. വഫ ഷഖ്സ ഹഖഹു. ഷഖ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ, വ്യക്തി. വഫ അഷഖ്സ ഹഖഹു, ഒരു വ്യക്തിക്ക് അതിൻ്റെ ഹക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഔഫാഹു, അതിനെ പൂർത്തീകരിച്ചു കൊടുത്തു എന്നർത്ഥം. ആഴ്ത്താഹു ഇയ്യാഹു, അവൻ അതിനെ അദ്ദേഹത്തിന് കൊടുത്തു. എങ്ങനെ കൊടുത്തു? താമൻ, പൂർണ്ണമായി. അതായത് ഡിക്ഷണറി കൊടുത്തിരിക്കുന്ന വാക്ക് ഞാനിത് എടുത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ ഡിക്ഷണറി എനിക്ക് തന്നിട്ടുണ്ട്. അതുകൂടാതെ അറബിയിൽ കുറച്ച് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. അതമ്മ മാ വഅദഹു ബിഹി, അതമ്മ പൂർത്തീകരിച്ചു, മാ വഅദഹു ബിഹി, അദ്ദേഹത്തിനോട് വാഗ്ദാനം ചെയ്ത് എന്താണോ അതിനെ പൂർത്തീകരിച്ചു എന്നാണ് വഫ യുവഫി എന്ന് പറഞ്ഞാൽ ഉള്ള വാക്കർത്ഥം. അപ്പൊ വഫ പൂർത്തീകരിച്ചു, ഉഫിയ പൂർത്തീകരിക്കപ്പെട്ടു. വഫ എന്ന് പറയുമ്പോൾ ഹദാ പോലെയാണ്. ഹദാ പോലെ വരുന്നതിന് കർമ്മണി പ്രയോഗമാകുമ്പോൾ ഹുദിയ എന്ന് വരും. ദഅ ദുഇയ, ദുഇവ എന്നല്ല വരിക, ദുഇയ. കാരണം ദുഇ വന്നാൽ പിന്നെ വാ വരില്ല. ദഅ വന്നതിന്റെ ദുഇയ എന്നാണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ ദഅ യദ്ഉ വന്നതിന്റെ ദഅ എന്ന് പറയുമ്പോൾ അലിഫാണ്. പക്ഷേ ദുഇയ വരുമ്പം യാ ആയി. കാരണം മധ്യത്ത് കസ്റായതുകൊണ്ട് ദുർബലാക്ഷരം ആ തൊട്ട് മുമ്പുള്ള അടയാളത്തിന് ഉചിതമായി മാറും. ഇവിടെ വഫ യുവഫി, വഫ എന്നുള്ളത് ഉഫിയ എന്നാണ് വരിക. വഫ എന്ന് പറയുമ്പം അതാ പോലെ, വഫ പുതിയ പോലെ ഉഫിയ എന്നാണ് കർമ്മണി പ്രയോഗം വരിക. കർമ്മണി പ്രയോഗങ്ങളൊക്കെ പ്രത്യേകം നമ്മൾ എഴുതി വെച്ച് പഠിക്കണം. ഉഫിയത്ത് കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക. മുൽക്കറിയാമല്ലോ, ആധിപത്യം. മൻ തശാഉ വതൻസിഉ. നസഅ എന്ന് പറഞ്ഞാൽ ഊരി, ഉരിച്ചു. നസഅ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, നസഅ അസാല, നീക്കം ചെയ്തു. നസഅ മീൻസ് അസാലഹു, അതിനെ നീക്കം ചെയ്തു. നസഅൻ നജ്ജാറു അൽ മിസ്മാറ. നസഅൻ നജ്ജാറു അൽ മിസ്മാറ. മിസ്മാർ എന്താണ്? ആണി. നസഅൻ നജ്ജാറു അൽ മിസ്മാറ. നജ്ജാർ കാർപ്പന്റർ ആണി ഊരിയെടുത്തു. അപ്പൊ അതാണ് നസഅ എന്ന് പറഞ്ഞത്. ഇവിടെ അധികാരത്തിന് വേണ്ടി നമ്മൾ കടിപിടി കൂടുന്നില്ലേ? അപ്പൊ അധികാരം കൊടുക്കുന്ന ആരെന്നാണ് പറയുന്നത്. നമുക്ക് വിശദീകരണത്തിലേക്ക് വരാം. മാലിക്കൽ തൻസിഉൽ മുൽക, ഊരിയെടുക്കുന്ന, ആധിപത്യം ഊരിയെടുക്കുന്ന, അഴിച്ചു മാറ്റുക. തൊലി ഉരിക്കുന്നതിനും നസഅ എന്ന് പറയും. തൻസിഉ, നസഅ യൻസിഉ. തൻസിഉൽ മുൽക മിമ്മൻ തശാഉ. തുഇസ്സു, ഇസ്സത്ത് നമുക്കറിയാം, പ്രതാപം. അഅസ്സ എന്ന് പറഞ്ഞാൽ പ്രതാപവാനാക്കി. അഅസ്സ, ഇസ്സത്ത് നൽകി, പ്രതാപവാനാക്കി. അതിന്റെ ഓപ്പോസിറ്റാണ് അതല്ല. അപ്പൊ അഅസ്സ യുഇസ്സു. തുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ. ബിയദിക്കൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. തൂലിജു, ഔലജ യൂലിജു. തൂലിജു ലൈല. തൂലിജു ലൈല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ വാക്കെന്താണ്? ഔലജ. ഔലജൽ മിഫ്താഹ ഫിൽ ഖുഫിലി. ഇപ്പൊ എന്താ? ഔലജൽ മിഫ്താഹ ഫിൽ ഖുഫിലി എന്ന് പറഞ്ഞാൽ അദ്ഖലഹു ഫീഹി. അദ്ഖലഹു ഫീഹി, അതിൽ പ്രവേശിപ്പിച്ചു എന്നാണ്. ഔലജൽ മിഫ്താഹ ഫിൽ ഖുഫിലി, പൂട്ടിൽ മിഫ്താഹിനെ ഔലജ എന്ന് പറഞ്ഞാൽ പൂട്ടിൽ താക്കോല്, അദ്ഖലഹു അതിനെ പ്രവേശിപ്പിച്ചു, പൂട്ടിൽ താക്കോൽ ഇട്ടു എന്നാണ്. അപ്പൊ എന്താണ് ഔലജ എന്ന് പറഞ്ഞാൽ
പ്രവേശിപ്പിച്ചു. തൂലിജു നീ പ്രവേശിക്കുന്നു. ഔലജ യൂലിജു. തൂലിജു ലൈല ഫിൻ നഹാരി വതൂലിജു നഹാറ ഫിൽ ലൈലി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി. ഇതൊക്കെ വ്യക്തമാണ്. തർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്. ഇതോടെ നീ എന്താ പറയാ, അൺലിമിറ്റഡ്. വിതൗട്ട് എനി കാൽക്കുലേഷൻ, വിതൗട്ട് എനി മെഷർമെന്റ്. അളവും തൂക്കമൊന്നും ഇല്ലാതെ കൊടുക്കും. ലാ തത്തഖിദുൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാഅ. ഔലിയാന്റെ ഏകവചനമാണ് വലിയ വലിയ. വലിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രക്ഷാധികാരി രക്ഷാധികാരി, ആത്മമിത്രം, രക്ഷാധികാരി അല്ലെങ്കിൽ മിത്രം. ആത്മമിത്രം. രക്ഷാധികാരി അല്ലെങ്കിൽ ആത്മമിത്രം. ഇവിടെ ആത്മമിത്രം എന്ന അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. ലാ യത്തഖിദുൽ മുഅ്മിനൂന. ലാ യത്തഖിദ് എന്ന് പറയുന്നത് എന്ത് തരം ക്രിയയാണ്? ലാ വിരോധക്രിയ. നിരോധത്തിൽ വിരോധക്രിയയല്ല. കൽപ്പനക്രിയ. വിരോധക്രിയയാണ്. പക്ഷെ എങ്ങനെയുള്ള വിരോധക്രിയ? കൽപ്പന വിരോധക്രിയ നമ്മൾ പറഞ്ഞ ഇഫ്തഹ് ഇഫ്തഹു ലാ തഫ്തഹ് ലാ തഫ്തഹു എന്നാണ്. എങ്ങനെയുള്ള വിരോധക്രിയയാണ്? ലാ യഫ്തഹിദ് എന്നുള്ളത് മറഞ്ഞ ആളോടുള്ള വിരോധക്രിയ. നമ്മൾ ഫൽ എന്നൊരു ലിൻസാന് പറഞ്ഞു. അപ്പൊ എന്താണ്? മറഞ്ഞ ആളോടുള്ള കൽപ്പനയാണ്. ലാ യഫ്തഹിദ് എന്ന് പറഞ്ഞാൽ മറഞ്ഞ ആളോടുള്ള വിരോധക്രിയ. അപ്പൊ ലാ യഫ്തഹിദ്. അപ്പോ ഇഫ്അൽ ഇഫ്അലു. ഇഫ്അൽ നീ പ്രവർത്തിക്കൂ, ഇഫ്അലു നിങ്ങൾ പ്രവർത്തിക്കൂ. അപ്പോ അവൻ പ്രവർത്തിക്കരുത് എന്ന് പറയുന്നതിന് എങ്ങനെ പറയും? ലാ യഫ്അൽ. ലാ യഫ്അൽ. ലാ യഫ്അൽ. അവൻ പ്രവർത്തിക്കും. അപ്പൊ ലാ യത്തഖിദ് അൽ മുഅ്മിനൂൻ. അൽ മുഅ്മിനൂൻ തേർഡ് പേഴ്സൺ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസികൾ സ്വീകരിക്കരുത്. നീ സ്വീകരിക്കരുത്, നിങ്ങൾ സ്വീകരിക്കരുത് എന്നല്ല പറഞ്ഞത്. വിശ്വാസികൾ സ്വീകരിക്കരുത്. ഇത് ഒരു വേറൊരു തരം യൂസേജ്. നമുക്ക് അതിലേക്ക് വരാം. അൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ. ആദ്യം വാക്കർത്ഥം മനസ്സിലാക്കുക. മിൻ ദൂനിൽ എന്ന് പറഞ്ഞാൽ കൂടാതെ എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ ഒഴിവാക്കിയിട്ട് വിശ്വാസികളെ വലിയായി സ്വീകരിക്കാൻ പാടില്ല. ومن يفعل ذلك فليس من الله في شيء إلا أن تتقوا منهم തുഖാത്തൻ. തുഖാത്തൻ എന്താ അർത്ഥം തന്നിരിക്കുന്നത്? തുഖാത്ത് എങ്ങനെ വന്നിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? വക്കായക്കി വിക്കായത്തുൻ എന്ന് പറഞ്ഞിട്ടില്ലേ? അതിന്റെ താഴെ എന്താ എഴുതിയിരിക്കുന്നത്? കഴിഞ്ഞിട്ട് എന്താണ്? ഇത്യഖാന്റെ മറ്റൊരു രൂപമാണ് ഇത്യഖയുടെ ക്രിയാധാതുവാണ് ഇത്യഖാഉൻ. അതിന്റെ മറ്റൊരു ക്രിയാധാതുവാണ് എന്ത്? തുഖാത്തുൻ. തുഖാത്തുൻ. ലാൻ തത്തഖിദു മിൻഹും ലാൻ തത്തഖൂ മിൻഹും തുഖാത്തൻ. അവരിൽ നിന്നുള്ള ഒരു രക്ഷ, ഒരു സൂക്ഷ്മത അല്ലാതെ. വയുഹദ്ദിറുക്കുമുല്ലാഹു. ഹസ്സറ. ഹസ്സറ എന്താ? ഹസ്സറഹു ശൈഅ. ഹസ്സറഹു ശൈഅ രണ്ടെണ്ണം, കർത്താവും കർമ്മം ഉണ്ടാവും. ഹസ്സറഹു അശ്ശൈഅ. ഒരാളെ വേറൊരാളെ നിന്നും എന്ത് ചെയ്തു? സൂക്ഷിക്കാൻ പറഞ്ഞു. വേറൊരാളിൽ നിന്നും സൂക്ഷിക്കാൻ പറഞ്ഞു. അപ്പൊ ഹസ്സറഹു ശൈഅ എന്ന് പറഞ്ഞാൽ ഹസ്സറഹു മിന ശൈഇ. അൻസറഹു. അൻസറഹു. അൻസറ എന്താ? മുന്നറിയിപ്പ് നൽകി. വനബ്ബഹഹു വജഅലഹു യഖ്ളൻ.
ജാലഹു യഖ്ലൻ. യഖ്ൽ എന്താണ്? യഖ്ൽ എന്ന് പറഞ്ഞാൽ ഉണർച്ച. ജാലഹു യഖ്ലൻ, അവനെ ഉണർത്തി. ഞാൻ നിങ്ങളെ ഉണർത്തുന്നു എന്ന് പറയുമല്ലോ. ഉറക്കിൽ ഉണർത്തുന്നതല്ല, ഉണർന്നിരിക്കുന്ന ആളെ ഉണർത്തുന്നത്. അതിനാണ് ഹസ്സറ എന്ന് പറഞ്ഞാൽ. ഹസ്സറ മിന ഷൈഇ എന്ന് പറഞ്ഞാൽ അൻസറഹു, മുന്നറിയിപ്പ് നൽകി. വനബ്ബഹു, ഉണർത്തി. ജാലഹു യഖ്ലൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ. യഹ്സിറുക്കുമുല്ലാഹു നഫ്സഹു. അപ്പൊ അള്ളാഹ് അവനെ കുറിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഓർമ്മിപ്പിക്കുന്നു, ഉണർത്തുന്നു, മുന്നറിയിപ്പ് നൽകുന്നു. وإلى الله المصير قل إن تخفوا ما في صدوركم أو تبدوه. അപ്പോൾ അഖ്ഫയുടെ ഓപ്പോസിറ്റ് ആണ് എന്ത്? അബദ. ഇൻ തുഖ്ഫു, അഖ്ഫ യുഖ്ഫി, യുഖ്ഫൂന തുഖ്ഫൂന. നിങ്ങൾ മറച്ചു വെക്കണം. ഇൻ വന്നുകൊണ്ട് നാ പോയി. ഔ തുബ്ദൂഹു, ഔ വന്നാലും വാ ഉപയോഗിച്ച് ബന്ധപ്പെടുന്നത് പോലെയാണ്. ഔ വന്നാലും തൊട്ട് മുമ്പുള്ളതിനോട് ബന്ധപ്പെടുത്തുകയാണ്. ഇൻ തുഖ്ഫു ഔ ഒന്നുകൂടി പറഞ്ഞു. ഔ വന്നാൽ വാ ഉപയോഗിച്ച് നമ്മൾ തൊട്ട് മുമ്പുള്ളതിനോട് ബന്ധപ്പെടുമല്ലോ. ആൻഡ് പറയുന്ന പോലെ. അപ്പൊ തൊട്ട് മുമ്പുള്ളതിന്റെ അടയാളം ഇതിനും ബാധകമാകും. അപ്പോ അർത്ഥം അങ്ങനെയല്ല പറഞ്ഞത്. അർത്ഥത്തിന്റെ കാര്യമല്ല. ഔ ഉപയോഗിച്ചാലും തൊട്ട് മുമ്പുള്ളതിന്റെ നിയമം ഇതിനും ബാധകമാകും. തുബുദൂന എന്നുള്ളത് നൂൻ ഒഴിവായതല്ലേ പറയുന്നത്? തുബുദൂനയുടെ നൂൻ എങ്ങനെ പോയി? ഇൻ മുൻകടന്നു. ഇൻ തുഖ്ഫു ഔ ഇൻ തുബ്ദു എന്നാണ്. ഔ ഉപയോഗിച്ചാൽ തൊട്ട് മുമ്പുള്ളതിനോട് ബന്ധപ്പെടുത്തുന്നു. അപ്പൊ ഇൻ തുഖ്ഫുവിനോട് ബന്ധപ്പെടുത്തിയിട്ട് അതിന്റെ അടയാളമാണ് ഇതിനും വരുന്നത്. അല്ലേ? ഫതഹത്തുൽ ബാബ വശുബാക എന്ന് പറഞ്ഞാൽ എന്താ? ഡോർ തുറന്നു. വശുബാക അല്ലെങ്കിൽ നാഫിദത്ത, ജനലും തുറന്നു. അപ്പൊ നാഫിദത്തിന് എങ്ങനെ ഫതഹ് വന്നത്? വാ ഉപയോഗിച്ച് തൊട്ട് മുമ്പുള്ളതിനോട് ബന്ധപ്പെടുത്തിയപ്പോ തൊട്ട് മുമ്പുള്ളതിന്റെ നിയമം ഇതിലും വന്നു. അതേപോലെ ഔ ഉപയോഗിച്ചും മുമ്പുള്ളതിനോട് ബന്ധപ്പെടുത്തും. അതിന്റെ അർത്ഥം അതല്ല എന്നാണ്. പക്ഷേ വ്യാകരണത്തിൽ തൊട്ട് മുമ്പുള്ളതിനോട് ബന്ധപ്പെടുത്തുമ്പോൾ തൊട്ട് മുമ്പുള്ളതിന്റെ നിയമം ഇതിലും ബാധകമാകും. അപ്പോൾ ഇൻ തുഖ്ഫു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഔ ഇൻ തുബ്ദു എന്നാണ് വരിക. ഇൻ പറയേണ്ട കാര്യമില്ല അവിടെ. അപ്പൊ ഇൻ തുഖ്ഫു മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂഹു. അപ്പൊ അഖ്ഫയുടെ ഓപ്പോസിറ്റ് അബദ. ഓപ്പോസിറ്റ് എന്താ അറബി പറയാ? ലിദ് അല്ലെങ്കിൽ അക്സ് എന്ന് പറയും. അക്സ് അല്ലെങ്കിൽ ലിദ് എന്ന് പറയും. ഔ തുബ്ദൂഹു യഅലംഹു. യഅലംഹു. അപ്പൊ യഅലമിനെ അലിഫല്ലേ? അതെ അതെ. ഹംസയാണ്. ഹംസ എന്ന് പറഞ്ഞാൽ അലിഫിന്റെ മുകളിൽ എഴുതുന്ന ഹംസ. ഔ തുബ്ദൂഹു യഅലംഹുല്ലാഹ്. യഅലമിന് എങ്ങനെ സുക്കൂൻ വന്നു? ഇൻ കണ്ടീഷനാണ്. ഇൻ തുഖ്ഫു എന്നത് കണ്ടീഷൻ ആയതുകൊണ്ട് അതിന്റെ ജവാബാണ് യഅലംഹു. ഇൻ തുഖ്ഫു നിങ്ങൾ വെളിവാക്കുക, നിങ്ങൾ മറച്ചു വെച്ചാൽ. ഔ തുബ്ദു അല്ലെങ്കിൽ നിങ്ങൾ വെളിവാക്കിയാൽ. അപ്പൊ എന്താണ്? അതൊരു ഉപാധിയാണ്. അതിന്റെ അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? യഅലംഹുല്ലാഹ്, അല്ലാഹ് അതിനെ അറിയും. വയഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ 2 പേജിൽ അറിയാത്ത വാക്കുകളെല്ലാം ഉണ്ടോ? അഞ്ച് വാക്കുണ്ടോ? 5 വാക്ക് അറിയാത്തുണ്ടോ? ഏതൊക്കെ വാക്കാ?
Allah. Allah. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ കുറേ വാക്കുകൾ തന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു നിഗമനത്തിൽ ഇത് അറിയുന്നവർക്ക് വേണ്ടി ഒരു ഉണർത്തലാണ് കേട്ടോ. ജാലഹും യക്ബൻ, അതിനെ ഉണർത്താൻ വേണ്ടിയാണ്. യുഹദ്ദിറുക്കും. അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബി യുദ്ഔന ഇലാ കിതാബില്ലാഹി ലിയഹ്കുമ ബൈനഹും. അലം തറ ഇലല്ലദീന, ഒരു വിഭാഗത്തിലേക്ക് നീ നോക്കിയിട്ടില്ലയോ, അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ നീ കണ്ടില്ലയോ? എങ്ങനെയുള്ള ഒരു വിഭാഗമാണ്? അല്ലദീന ഊതു നസീബൻ മിനൽ കിതാബി. അല്ലദീന ഊതുൽ കിതാബ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. നസീബ് എന്ന് പറഞ്ഞാൽ കിതാബിന്റെ ഒരു ഓഹരി കിട്ടിയവർ എന്ന് പറഞ്ഞാൽ കിതാബിന്റെ ഭാഗം കിട്ടിയവർ. കിതാബിന്റെ ഭാഗം കിട്ടിയെന്ന് പറഞ്ഞാൽ കിതാബിന്റെ ഭാഗം പാർഷ്യലി കിട്ടിയെന്നല്ല എൻ്റെ അർത്ഥം, കിതാബ് തന്നെ കിട്ടിയവർ. ഊത്തുൽ കിതാബ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. യുദ്ഔന ഇലാ കിതാബില്ലാഹി, യുദ്ഔന അവർ വിളിക്കപ്പെടുന്നു, ഇലാ കിതാബില്ലാഹി അള്ളാഹിന്റെ കിതാബിലേക്ക്. അള്ളാഹിന്റെ കിതാബിലേക്ക് അവർ വിളിക്കപ്പെടുന്നു, ക്ഷണിക്കപ്പെടുന്നു. ലിയഹ്കുമ ബൈനഹും, അള്ളാഹിന്റെ കിതാബിലേക്ക് അവർ വിളിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? യഖ്റഊ, യഖ്റഊ, വഖ്റഊ എന്നല്ല പറഞ്ഞത്, വായിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് എന്താണ്? ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി. ഹക്കമ, വിധി കൽപ്പിച്ചു. ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ വിധി കൽപ്പിക്കുന്നതിന് വേണ്ടി. ഏത് കിതാബിനെ കുറിച്ചാണ് പറഞ്ഞത്? ഇത് നസീബൻ മിനൽ കിതാബ് എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞു പോയ കിതാബ് കിട്ടിയവരാണ്. മിനൽ 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 യഹൂദി വൻ നസാറ, അവരെ വിളിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ലിയഹ്കുമ ബൈനഹും, നിങ്ങളുടെ കയ്യിലുള്ള കിതാബ് കൊണ്ടുവരൂ, അതനുസരിച്ച് നിങ്ങൾ നിയമം നടപ്പാക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചാറ്റ് ജിപിടിയോട് ചോദിച്ചു, ഈ നിയമം അള്ളാഹ് കിതാബുകളൊക്കെ ഇറക്കിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിയമം നടപ്പാക്കാൻ വേണ്ടിയാണോ? ഞാൻ ചോദിച്ചു. അതിന്റെ റിസൾട്ടാണ് ഞാൻ നിങ്ങൾ കോപ്പി അയച്ചത്. ഞാൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തന്നു. എന്താ പറഞ്ഞത്? വായിക്കാം. ഞാൻ അൽ ഖുർആനു യുബയ്യിനു അന്ന അല്ലാഹ അൻസലൽ കിതാബ്. കേട്ടോ, ഖുർആൻ. ഇതിപ്പോ നിങ്ങൾ രണ്ടാമത് ആ വാട്സപ്പ് എടുത്ത് വെച്ചിട്ട് നമ്മൾ രണ്ടാമത് വീഡിയോ കാണുമ്പോഴത്തേക്ക് അത് നോക്കിയാൽ മതി. ഞാൻ അൽ ഖുർആൻ യുബയ്യിനു അന്ന അല്ലാഹ, ഖുർആൻ എന്ത് ചെയ്യുന്നു? വ്യക്തമാക്കുന്നു. അന്ന അല്ലാഹ അൻസലൽ കിതാബ വശറാഇഅ, അല്ലാഹ് കിതാബിനെയും നിയമങ്ങളെയും ഇറക്കിയിരിക്കുന്നത് ലിയഹ്കുമ ലിയുഹ്തകമ, അത് വിധി നടപ്പാക്കുന്നതിന് വേണ്ടിയാണ്. ഇലൈഹ, അതനുസരിച്ച് വിധി കൽപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. ഫീ ഹയാത്തിൻ നാസ്, എവിടെ? ജനങ്ങളുടെ ജീവിതത്തിൽ. ലാലി മുജറദ് തിലാവത്തി, അത് പാരായണം ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല. വൽ ഹിഫ്ളി, മുജറദ് തിലാവത്തി വൽ ഹിഫ്ളി ഫഖത്ത്, അത് പാരായണം ചെയ്യുന്നതിന് പാഠമാക്കുന്നതിന് വേണ്ടി മാത്രമല്ല. പിന്നെ എന്തിനാ? അത് ജീവിതത്തിൽ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടിയാണ്. വൽ ആയത്തുല്ലത്തി ദക്കർതുമൂഹ, നിങ്ങൾ പറഞ്ഞതായ ആ സൂക്തം, മിൻ സൂറത്തി ആൽ ഇമ്രാൻ. അപ്പൊ ഞാൻ ഈ ആയത്ത് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബി യുദ്ഔന ഇലാ കിതാബില്ലാഹി ലിയഹ്കുമ ബൈനഹും എന്ന ഭാഗം ചോദിച്ചിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഹുക്മ നടപ്പാക്കുന്നതിന് വേണ്ടിയാണോ അല്ലാഹ് കിതാബുകളെ, അൽ കിതാബു ജമീഅൻ എന്നാണ് ഞാൻ ചോദിച്ചത്. അൽ കുതുബു ജമീഅൻ, കിതാബുകളെല്ലാം ഇറക്കിയത് അതിനു വേണ്ടിയാണോ എന്നാണ് ചോദിച്ചത്. അപ്പൊ നാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ആയത്തുകളാണിത്. യുദ്ഔന ഇലാ കിതാബില്ലാഹി ലിയഹ്കുമ ബൈനഹും ഐ ലിയുഖ്ള വയുഫ്സല ബൈനഹും, അവർക്കിടയിൽ വിധി കൽപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയും, വയുഫ്സല ബൈനഹും, അവർക്കിടയിൽ ഖണ്ഡിതമായ തീരുമാനങ്ങൾ നടപ്പാക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. ഫീ ഉമൂരിഹിം, അവരുടെ കാര്യങ്ങളിൽ. വഹാദൽ മാന കുര്യറ, ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ആയാത്തിൻ കസീറത്തിൻ, ധാരാളം സൂക്തങ്ങളിൽ ഇത് ഈ അർത്ഥത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. മിൻഹ, അതിൽപ്പെട്ട ചില ആയത്തുകളാണ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ആയത്ത് കൊടുത്തിരിക്കുന്നത്. കേട്ടോ, ആ ആയത്തുകളൊക്കെ നിങ്ങൾ സൂറത്ത് നിസായിലേക്ക് ആയത്തുകളെടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ആയത്തിൻ്റെയും ആയത്തിൻ്റെ നമ്പറൊക്കെ കൂടുതലുണ്ടാവും.
അപ്പൊ എന്തിനാണ് അള്ളാഹ് കിതാബുകൾ ഇറക്കിയിരിക്കുന്നത്? അള്ളാഹ് കിതാബുകളെ ഇറക്കിയിരിക്കുന്നത് മനുഷ്യർക്കിടയിൽ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടിയാണ്, അല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് പിന്നെ ഞാൻ ഇംഗ്ലീഷ് ചോദിച്ചു, ഈ സംഗതിയെല്ലാം ന്യൂ ടെസ്റ്റമെന്റിലും ഓൾഡ് ടെസ്റ്റമെന്റിലും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും പറഞ്ഞു ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ഉദ്ധരണി എന്താണ്? അപ്പൊ നമ്മൾക്ക് ബൈബിളിലെ ഉദ്ധരണി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അറിയില്ലല്ലോ, ബൈബിൾ മലയാളത്തിൽ പറഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചത് മലയാളത്തിൽ പറഞ്ഞാലോ എന്ന് ചോദിച്ചു. അപ്പൊ ChatGPT മലയാളത്തിൽ പറഞ്ഞു. അപ്പോ അതാണ് ഇപ്പോൾ പറഞ്ഞ ഉത്തരം മലയാളത്തിലാണെന്ന് ചോദിച്ചു. എന്താ ചോദിച്ചതെന്ന് ചോദിച്ചാൽ, ഞാൻ ചോദിച്ചു, is these things mentioned in the Old Testament and New Testament available in the world now? ഈ ലോകത്ത് ഇന്ന് നിലവിലുള്ള ന്യൂ ടെസ്റ്റമെന്റിലും ഓൾഡ് ടെസ്റ്റമെന്റിലും പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഉദ്ധരണിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, ഇന്ന് ലോകത്തിൽ ലഭ്യമായിരിക്കുന്ന പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവിക വെളിപാട് മനുഷ്യരുടെ ജീവിതത്തെ നയിക്കാനും വിധി നിർണയിക്കുന്നതിനും വേണ്ടിയാണെന്ന അടിസ്ഥാന ആശയം ഇപ്പോഴും കാണാം. ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ ഡിറ്ററോണോമി എന്ന കിതാബിന്റെ പേര് എഴുതിയിരിക്കുന്നത് 4:5 നിങ്ങൾ അനുസരിക്കേണ്ട വിധികളും നിയമങ്ങളും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു എന്ന് കാണാം. അതേപോലെ മറ്റൊരു ഭാഗത്ത് നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ വഴിക്ക് വെളിച്ചവുമാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ് ജീവിതത്തിന് വഴികാട്ടി എന്നർത്ഥം എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ തൻ്റെ വഴികൾ നമ്മെ പഠിപ്പിക്കും, നാം അവൻ്റെ പാതകളിൽ നടക്കും എന്നൊക്കെ പഴയ നിയമത്തിൽ ഉദ്ധരണിയാണ്. പുതിയ നിയമത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാം സൂക്തത്തിൽ എൻ്റെ ഈ വചനങ്ങൾ കേട്ട് അവ അനുസരിക്കുന്നവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് മാത്രമല്ല അനുസരിക്കണമെന്നും പഠിപ്പിക്കുന്നു. വചനത്തിൽ ജെയിംസ് 1:22 വചനത്തിന്റെ പ്രവർത്തകരാകുവിൻ, കേൾവിക്കാരായി മാത്രം ഇരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കിതാബുകളൊക്കെ ഈ മറക്കാം, അതായത് തിരുത്തപ്പെട്ട ബൈബിളിന്റെ ന്യൂ ടെസ്റ്റമെന്റിലും ഓൾഡ് ടെസ്റ്റമെന്റിലൊക്കെ ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ പറഞ്ഞത് അലന്തറിയും. ഇവിടെ പറഞ്ഞത് മുൻ വേദഗ്രന്ഥക്കുറങ്ങളെ കുറിച്ചാണെങ്കിൽ ഖുർആനിലും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ChatGPT നേരത്തെ പറഞ്ഞത് നമുക്ക് ആയത്തുകളുടെ ഉദ്ധരണിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് സൂറത്തുൽ മാഇദയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് പോകാഞ്ഞതാണ്. അൽ-മാഇദയിൽ ആയത്തുകളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അൽ-മാഇദയിൽ 3 സ്ഥലത്ത് തുടർച്ചയായിട്ട് തൗറാത്ത് നടപ്പാക്കാത്തവരെ കുറിച്ചും ഇഞ്ചീൽ നടപ്പാക്കാത്തവരെ കുറിച്ചും ഖുർആൻ നടപ്പാക്കാത്തവരെ കുറിച്ചുമൊക്കെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിമർശിക്കുന്നുണ്ട്. ആദ്യം പറയുന്നത് ഒമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ്, അള്ളാഹ് ഇറക്കിയതനുസരിച്ച് വിധി കൽപ്പിക്കാത്തവൻ ഉലൈക ഹുമുൽ കാഫിറൂൻ, അവർ സത്യനിഷേധികളാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഒമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അള്ളാഹ് ഇറക്കിയതനുസരിച്ച് വിധി കൽപ്പിക്കാത്തവൻ അക്രമികളാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഒമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അള്ളാഹ് ഇറക്കിയതനുസരിച്ച് വിധി കൽപ്പിക്കാത്തവൻ ഫാസിഖാണ് എന്ന്. ഇത് മൂന്നും പറഞ്ഞിട്ടാണ് പിന്നീട് നിങ്ങൾക്ക് ഖുർആൻ തന്നിരിക്കുന്നു, താങ്കൾക്ക് നാം ഖുർആൻ തന്നിരിക്കുന്നു, ഖുർആൻ അനുസരിച്ച് വിധി കൽപ്പിക്കണം എന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അൽ-മാഇദയിൽ നമ്മളത് പഠിക്കാൻ പോകണം. അതായത് നിങ്ങൾ ആ ആയത്തിൻ നമ്പറുകൾ അവിടെ തന്നിട്ടുണ്ട്, അതെടുത്ത് വായിച്ചു നോക്കണം. അപ്പോ ലിയഹ്കുമ ബൈനഹും സുമ്മ യതവല്ല ഫരീഖും മിൻഹും, അപ്പൊ അതിലുള്ള ഒരു വിഭാഗം എന്ത് ചെയ്യുന്നു? പിന്തിരിഞ്ഞളയും, അവഗണിച്ചുകൊണ്ട്. അപ്പൊ ഇത് അന്ന് ജൂതന്മാരും ക്രിസ്ത്യാനികളും ചെയ്ത കാര്യമാണെങ്കിൽ ഇന്ന് മുസ്ലിങ്ങൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. നിയമം നടപ്പാക്കണം എന്ന് പറയുന്നതുകൊണ്ടാണ് ഖുർആൻ പഠിക്കാൻ വരാത്തത്. ഖുർആൻ പഠിക്കാൻ വന്നാലും ലോട്ടറി കച്ചവടം നടത്താൻ പറ്റില്ല, പലിശയ്ക്ക് എടുക്കാൻ പറ്റില്ല, പലിശ കൊടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹ് പേടികളുകൊണ്ടാണ് പള്ളി വരാത്തത്. മനസ്സിലായില്ലേ? രണ്ടാലും ചോദിച്ചു നീന്താ പള്ളി വരാത്തെന്ന് ചോദിച്ചാൽ പറയും ആ പള്ളിയിൽ അള്ളയുണ്ട്, അള്ളാഹ് പേടികളുകൊണ്ടാണ് പള്ളി വരാത്തത് എന്ന് പറഞ്ഞവരാണ്. ഇത് പേടിച്ചിട്ടാണ് വരാത്തത്. അപ്പോൾ അതെന്തുകൊണ്ടെന്നാൽ അത് ജൂതന്മാരും ക്രിസ്ത്യാനികളും
അത് അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടെന്നാൽ ദാലിക ബി, അത് എന്തുകൊണ്ടെന്നാൽ ബി അന്ന, ദാലിക ബി അന്ന, അത് എന്തുകൊണ്ടെന്നാൽ ഹും ഖാലു, അവർ പറഞ്ഞു ലൻ തമസ്സനന്നാറു. അപ്പോ മസ്സ യമസ്സു എന്നാണ് അല്ലേ, മസ്സ യമസ്സു. ലെൻ വന്നപ്പോ എന്തായി? യമസ്സ അല്ലെങ്കിൽ തമസ്സ. നാര സ്ത്രീലിംഗം ആയതുകൊണ്ട് തമസ്സു എന്നാണ് പറയുക. അപ്പോൾ തമസ്സുവിന് ലെൻ വന്നുകൊണ്ട് ലെൻ തമസ്സ. ഞങ്ങളെ സ്പർശിക്കുകയില്ല. ലെൻ തമസ്സനാറു, ഈ നരകം ഞങ്ങളെ സ്പർശിക്കുകയില്ല. ഇല്ല അയ്യാമം മാദൂദാത്തിൻ, ഈ ഞങ്ങളെ സ്പർശിക്കുകയില്ല. ഇല്ല അയ്യാമൻ മാദൂദാത്ത്. മാദൂദാത്ത് എന്താണ്? എണ്ണിക്കണക്ക. മാദൂദാത്ത് എണ്ണ കണക്കാക്കിയെന്നാ എണ്ണപ്പെട്ട എണ്ണപ്പെട്ട എണ്ണപ്പെട്ട. എണ്ണപ്പെട്ട ദിവസം. എണ്ണപ്പെട്ട എന്ന് പറഞ്ഞാൽ പരിമിതമായ എന്നുകൂടെ അർത്ഥമുണ്ട്. ലിമിറ്റഡ് നമ്പർ ഓഫ് ഡേയ്സ്, ചുരുക്കം ദിവസങ്ങൾ, ചുരുക്കം ദിവസം. ചുരുക്കം. നമ്മൾ പറയുമല്ലോ ഇനി എണ്ണപ്പെട്ട മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ എണ്ണാവുന്നത്ര ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങളാണ്. അത്രയും ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഞങ്ങളെ തീ സ്പർശിക്കുകയുള്ളൂ. ഇല്ല അയ്യാമ മാജൂദാത്ത് എന്ന് അവർ പറഞ്ഞു, ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞു. വഗറഹും ഫീ ദീനിഹിം മാ കാനൂ യഫ്തറൂൻ. വഗറഹും, അവരെ വഞ്ചിച്ചു. ഫീ ദീനിഹിം, ദീനിന്റെ കാര്യത്തിൽ. എന്താണ് വഞ്ചിച്ചത്? ഗറയുടെ കർത്താവാണ് മാ, കേട്ടോ. മാ ഒന്നാണ് അവരെ വഞ്ചിച്ചത്. കാനു യഫ്തറൂൻ, അതവര് കെട്ടിച്ചമച്ചത്. അവരെന്താണോ കെട്ടിച്ചമച്ചത് അത് അവരെ ദീനിന്റെ കാര്യത്തിൽ വഞ്ചിതരാക്കി. അവരങ്ങനെ കെട്ടിച്ചമച്ചത്, ആ ചമച്ചത് കൊണ്ട് എന്തായി? അവരങ്ങനെ എഴുതി ചേർത്തു. ബൈബിളിലെ ഓൾഡ് ടെസ്റ്റമെന്റിലൊക്കെ അവരെ അങ്ങനെ എഴുതി ചേർത്തു. അവർ തീ ഞങ്ങളെ കുറച്ച് നാളെ മാത്രമേ സ്പർശിക്കുകയുള്ളൂ, നിങ്ങൾ നരകത്തിൽ പോകില്ല, അഥവാ പോയാലും കുറച്ച് നാൾ മാത്രമേ നരകത്തിൽ കിടക്കേണ്ടിയുള്ളൂ എന്ന് ചേർത്തു. അതുകൊണ്ട് എന്തായി? അതുകൊണ്ട് അധിക പേരും നരകത്തിന്റെ അവകാശികളായി തീർന്നു. അതാണ് ബാക്കി പിന്നീട് പറയുന്നത്. ഫക്കൈഫ, ഇങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഇദാ ജമഅനാഹും ലിയൗമിൻ ലാ റൈബ ഫീഹി, സംശയമില്ലാത്ത ഒരു ദിവസം നാം അവരെ ഒരുമിച്ച് കൂട്ടിയാൽ. ഇതാണ് ഖുർആൻ പറയുന്ന, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ പറയുന്ന തത്വങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ എന്ത് ചെയ്യും? ഉറപ്പിച്ച് കൺഫേം ആക്കി പറയും. അപ്പൊ അതിലൊരു പ്രയോഗമാണിത്. പരലോകം സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് ആവർത്തിച്ച് പറയാതെ പരലോകം സംഭവിക്കും, പരലോകം ജീവിതമുണ്ട്, അവിടെ വിചാരണയൊക്കെ നടക്കും, ശിക്ഷാശിക്ഷകൾ നൽകപ്പെടും എന്നൊക്കെ ഉറപ്പിച്ച് പറയുന്നത് വ്യത്യസ്ത രീതി സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ അതാണ് പറഞ്ഞത്, സംശയമേതുമില്ലാത്ത ഒരു ദിവസം അവർ വരാനിരിക്കുന്നുണ്ടല്ലോ, അന്ന് എന്തായിരിക്കും അവരുടെ അവസ്ഥ? കൊല്ലു നഫ്സിൻ, എല്ലാ ആത്മാക്കൾക്കും നൽകപ്പെടും, പൂർണ്ണമായും തിരിച്ചു നൽകപ്പെടും. എന്ത് നൽകപ്പെടും? മാ കസബത്, അത് സമ്പാദിച്ചത്. മാ കസബത്ത്, അതെന്താണോ തുടക്കത്തിലേ മുതൽ നമ്മൾ പറഞ്ഞു. വഫ യുവഫി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നൽകി. ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കുറെ നേരം വൈകിയാലേ കേറി. എന്താ കാര്യം? ചപ്പാത്തി കറിയൊന്നും ആയില്ലേനി. ആണോ? ഞാൻ 7 മണിക്ക് മുമ്പേ കഞ്ഞി കുടിച്ചു. ഇനിയൊന്നുമില്ല, ഇനി സുഖമായിട്ട് കിടന്നുറങ്ങുക. ചപ്പാത്തിയൊക്കെ പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കഴിക്കാൻ നിന്നാല് ദഹിക്കാൻ സമയം ഉണ്ടാവില്ല. എനിവേ, കഴിക്കല്ല, ഭക്ഷണം കഴിച്ചില്ല, ഭക്ഷണം ഉണ്ടാക്കി വെച്ചതാ. അത് ഞാൻ പറഞ്ഞു, ഇനി 10 മണിക്ക് ശേഷം കഴിച്ചാൽ ദഹിക്കാൻ സമയം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം നേരത്തെ ഉണ്ടാക്കണം കേട്ടോ. ഞാൻ കുറെ നേരത്തെ തുടങ്ങിയതാ, പക്ഷെ കുറെ കഞ്ഞിയാണെങ്കിൽ പണിയൊന്നുമില്ല. ഞാൻ വീട്ടുകാർക്ക് പണി കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞത്. അതൊരു പണിയാണ്, അത് വേറെ കാര്യം. ചപ്പാത്തി കുറെ ഉണ്ടാക്കണം. അപ്പൊ കഞ്ഞി കഞ്ഞി ഉണ്ടാക്കിയാൽ മതി, പിന്നെ ഞാൻ കറി ഉണ്ടാക്കണ്ട. പറ്റൂല. ഓഫായി വഫി, പൂർണ്ണമായും നൽകി. ഇങ്ങോട്ട് തന്നെ പൂർണ്ണമായും അങ്ങോട്ട് കൊടുത്തു, അല്ലെങ്കിൽ പകരം കൊടുത്തു, അല്ലെങ്കിൽ കൊടുത്തു തീർത്തു എന്നൊക്കെയുള്ള അർത്ഥമാണ് വഫായി വഫി.
ലിയോമിൽ ലാ റൈബ ഫീഹി വൗഫിയത്ത് കുല്ലു നഫ്സിൻ, എല്ലാ ആത്മാക്കൾക്കും നൽകപ്പെടും മാ കസബത്ത്, അതെന്താണോ പ്രവർത്തിച്ചത്, അത് പ്രവർത്തനത്തിനനുസരിച്ച് സമ്പാദിച്ചതുണ്ട്. പ്രതിഫലം സമ്പാദിച്ചതിൻ്റെ അനുസരിച്ചുള്ള പ്രതിഫലം നൽകപ്പെടും. വഹും ലാ യുദ്ലമൂൻ. യുദ്ലമൂനിന്റെ അർത്ഥം എന്താണ്? ആക്രമിക്കപ്പെടും. അക്രമം ചെയ്യപ്പെടും. അനീതി കാണിക്കില്ല, ആർക്കും അനീതി കാണിക്കില്ല. ലാ യുദ്ലമൂൻ, അക്രമം കാണിക്കപ്പെടുകയില്ല. നീതി എന്ന വാക്കല്ല പറഞ്ഞത്, അക്രമം എന്ന അർത്ഥമാണ്. ഒരു കാര്യം വിട്ടുപോയെന്നൊന്നുമില്ല. തുതില്ലൂന്റെ അർത്ഥം എന്താ ഉസ്താദേ? അവിടെ എത്തിയോ? അവിടെ എത്തിയില്ല. നിങ്ങൾ ഈ വരി നോക്കി നല്ലപോലെ. വഫിയത് കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഖുൽ, നീ പറയൂ, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, ചേർത്ത് വായിക്കുമ്പോൾ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്. അപ്പോ അല്ലാഹുമ്മ, യാ അല്ലാഹ് എന്നാണ്. അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ യാ അല്ലാഹ് മാലിക്കൽ മുൽക്ക്. എങ്ങനെയുള്ള അള്ളയാണ് വിളിക്കുന്നത്? മാലിക്കൽ മുൽക്ക്, സോവറനിറ്റി, ആധിപത്യത്തിന്റെ ഉടമസ്ഥൻ. തുഅ്തിൽ മുൽക മൻ തശാ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് ആധിപത്യം നൽകുന്നു. തൻസിഉൽ മുൽക മിമ്മൻ തശാ, നസഅ യൻസഉ എന്ന് പറഞ്ഞാൽ അടിച്ചു മാറ്റി, ഊരി വെച്ചു. തൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും ആധിപത്യം എടുത്തു മാറ്റുന്നു. അപ്പം ഇത് പദ്യം കേൾക്കുന്നതാണല്ലോ. അത് രണ്ട് നാളും ദിനം കൊണ്ട് ഒരുത്തിന് തണ്ട് കയറ്റി നടത്തുന്നതും ഭവാൻ, ആളിക മുകളിലേറിയ മന്നന്റെ തോളിൽ ഭവാൻ. അപ്പൊ അതാണ് പറഞ്ഞത്. ഇതൊക്കെ കോപ്പി അടിച്ചതാണ്. മുൽക്ക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ എന്ത് ചെയ്യുന്നു? ആധിപത്യം നൽകുന്നു. തൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം ആധിപത്യം മാറ്റുന്നു, എടുത്തു കളയുന്നു. ഇന്നലെ മുഖ്യമന്ത്രി ആക്കുന്നത് നീയാണ്, നാളെ അടുത്ത മുഖ്യമന്ത്രി ഉണ്ടാക്കുന്നത് നീയാണ്. ലിമിറ്റഡ് ബിലീഫ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാത്തിന്റെയും അധികാരി. ഇന്നലെ ഖലീഫ ഒരാളായിരുന്നു, ഇന്ന് വേറൊരു ഖലീഫ, ഇന്ന് പ്രസിഡന്റ് വേറൊരാളും, നാളെ വേറൊരു പ്രസിഡന്റും. അപ്പം എന്താണ്, ഇതൊക്കെ കാലചക്രത്തിനനുസരിച്ച് മാറി മാറി വരുന്നതാണ്. അത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. നേരത്തെ തന്നെ നടന്നുപോയ അള്ളാഹിന്റെ നടപടിക്രമമാണ്. അള്ളാഹിന്റെ നടപടിക്രമത്തിൽ ഒരു മാറ്റവും കാണാൻ കഴിയില്ല. അല്ലെ, ഫിർഔൻ എത്ര ഭയങ്കരമായ അഹങ്കാരിയായ ചക്രവർത്തിയായിരുന്നു. അതുപോലത്തെ ചക്രവർത്തിമാർ പിന്നീട് വന്നിട്ടില്ല. അയാളാണ് നിസ്സാരമായി വെള്ളത്തിൽ നോക്കിക്കൊണ്ടു. ഹാറൂനാരായിരുന്നു, ഭയങ്കര അഹങ്കാരിയായിരുന്നു. ഇന്ന് നെപ്പിൽ എങ്ങോട്ട് താഴ്ന്നു പോയെന്നറിയില്ല. ആ കുഴി ഇപ്പോഴും കിടപ്പുണ്ട്. അങ്ങോട്ട് പോയെന്നൊരു വിധത്തിലുണ്ട്, താഴോട്ട് പോയി പാതാളത്തിലേക്കെന്ന് പറയാം. ബിയദിക്കൽ ഖൈർ, നന്മ നിന്റെ കയ്യിലാണ്. നീ എല്ലാറ്റിനും കഴിവ്. മുമ്പ് പറഞ്ഞില്ല, നീ ഉദ്ദേശിക്കുന്നവരെ എന്ത് ചെയ്യുന്നു? പ്രതാപം നൽകുന്നു, പ്രതാപവാനാക്കുന്നു. അല്ലെ, ഖാറൂൻ ആരായിരുന്നു? പ്രതാപിയായിരുന്നു. അവന്റെ ഖജനാവ് സൂക്ഷിക്കുന്ന, അവന്റെ സ്വത്ത് സൂക്ഷിക്കുന്ന ഖജനാവുകളുടെ താക്കോൽ കൂട്ടങ്ങൾ ഒരു സംഘം ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രം ഉണ്ടായിരുന്നു. ഒരു ചാവി പോക്കറ്റിട്ടാണ് നടക്കാൻ പറ്റില്ല. ചാവികൾ, താക്കോൽ കൂട്ടം കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റില്ല. അല്ല, ബ്രീഫ് കേസിൽ കൊണ്ടു നടക്കാൻ പറ്റില്ല. താക്കോൽ കൂട്ടം സൂക്ഷിക്കുന്ന ഖജനാവുകളുടെ താക്കോൽ കൂട്ടം ബ്രീഫ് കേസിൽ കൊണ്ടു നടക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ കൊണ്ടു നടക്കണം, ഒട്ടകപ്പുറത്തുമായി വേണം കൊണ്ടുപോകാൻ. ഒരൊട്ടകമല്ല, ബിൽ ഉസ്ബത്തി, ഒരു സംഘം ഒട്ടകങ്ങൾ.
അങ്ങനെയുള്ള സംഘം ഒരു കുവ്വത്തി ശക്തമായ. അപ്പോ അനവധി ട്രക്കുകൾ വേണം അവന്റെ ഖജനാവ് സൂക്ഷിക്കുന്ന, അവന്റെ സ്വത്ത് സൂക്ഷിക്കുന്ന ഖജനാവുകളുടെ താക്കോൽ സൂക്ഷിക്കാൻ. അങ്ങനെയായിരുന്നു. എന്ത് ചെയ്തു? എല്ലാം ഒറ്റ ദിവസം കൊണ്ട് എടുത്തു. ഒരുപാട് ഉദാഹരണം നമുക്ക് കാണാൻ പറ്റും. സൂറത്ത് കലമിൽ പറഞ്ഞിട്ടുണ്ട്, സൂറത്ത് അൽക്കഹഫിൽ പറഞ്ഞിട്ടുണ്ട്, കാറൂന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫിർഔന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം കൊല കൊമ്പന്മാരായിരുന്നു, ആഭിജാത്യമുള്ളവരായിരുന്നു, ഇജ്ജത്തുള്ളവരായിരുന്നു. തുതില്ലു മൻതശ, അവരെല്ലാം എന്ത് ചെയ്തു? നിന്ദന്മാരാക്കി, എന്താക്കി? നിന്ദ്യരാക്കി. ഉം. അതല്ല, അഅസ്സ അഭിജാത്യമുള്ളവനാക്കി, പ്രതാപവാനാക്കി. അതല്ല നിന്ദ്യനാക്കി. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരൂലേ? അതെ, അഅസ്സയുടെ ഓപ്പോസിറ്റ് അതല്ല. നേരത്തെ തരി തന്നിട്ടുണ്ട്, അത് പഠിച്ചിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. യദിക്കൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. തൂലിജുൽ ലൈല, ഔലജ യൂലിജു. ഏതു യൂലിജുൽ ലൈല? ഉദാഹരണം നേരത്തെ എന്താ പറഞ്ഞത്? പ്രവേശിപ്പിക്കും. ആ, ഔലജൽ മിഫ്താഹ ഫിൽ ഖുഫ്ലി എന്ന് പറഞ്ഞാൽ അദ്ഖലഹു ഫീഹി എന്നാണ്. അപ്പോ തൂലിജുൽ ലൈല ഫിൻ നഹാരി, നീ രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു, രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു. തൂലിജുൻ നഹാറ ഫിൽ ലൈലി, പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി, മൃതദേഹത്തിൽ നിന്നും നീ എന്ത് ചെയ്യുന്നു? ജീവനുള്ളതിനെ പുറത്തുകൊണ്ടുവരുന്നു. അതെന്താണ് പറഞ്ഞത്? കുന്തും അംവാത്തൻ എന്ന് പറഞ്ഞില്ലേ അൽ ബഖറയിൽ? അഹ്യാക്കും, പിന്നീട് അവനെ ജീവിപ്പിച്ചു. കുന്തും അംവാത്തൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മരിച്ചവരായിരുന്നു പറഞ്ഞാൽ എന്താ? അതാ പറഞ്ഞു, തുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി, നമ്മൾ മരിച്ചവരായിരുന്നു. നമുക്ക് ജീവനില്ലായിരുന്നല്ലോ, ജീവനില്ലായിരുന്നു നമുക്ക്. നമ്മൾ ജീവനില്ലാത്ത നമ്മളെ എന്ത് ചെയ്തു? ജീവിപ്പിച്ചു. ജീവനില്ലാത്ത നമ്മെ ജീവിപ്പിച്ചത് ഏതിൽ നിന്നാണ്? ജീവനില്ലാത്ത ചില വസ്തുക്കളിൽ നിന്നാണ്. ഫോസ്ഫറസ്, പൊട്ടാസ്യം, മാംഗനീസ്, അതുപോലെ കുറെ പദാർത്ഥങ്ങളില്ലേ, എല്ലാം ഉണ്ടാക്കിയത്. ആകപ്പാടെ 75 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ അതല്ല. അത് വെച്ചാണ് മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതെല്ലാം എന്തായിരുന്നു? നിർജീവമായി മണ്ണിൽ കിടക്കുകയായിരുന്നു. അപ്പൊ നിർജീവമായി മണ്ണിൽ കിടന്ന ആ പദാർത്ഥങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്തത്? ജീവനുള്ള മനുഷ്യനെ ഉണ്ടാക്കിയത്. അത് നബി അലൈഹി സ്വലാമെ അങ്ങനെ ഉണ്ടാക്കി. പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് ഇപ്പോഴും നമ്മുടെ അംശങ്ങളെല്ലാം കൂടി എടുത്ത് നോക്കിയാൽ മണ്ണിൽ കിടക്കുന്ന സാധനങ്ങളാണ്. ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മാംഗനീസ് എല്ലാം കൂടെ ചേർത്താൽ 75 രൂപ, 100 രൂപയുടെ താഴെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സാധനങ്ങളേ ഉള്ളൂ. തുഖ്രിജുൽ മയ്യിത്ത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർജീവമായ വസ്തു ആയിരുന്നു. കുന്തും അംവാത്തൻ എന്നല്ലേ പറഞ്ഞു? നിങ്ങൾ നിർജീവമായതായിരുന്നു. പിന്നീട് നിങ്ങളെ അഹ്യാക്കും ജീവിക്കുമെങ്കിൽ, അതേപോലെ തുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, ജീവനുള്ളതിനിൽ നിന്നും ജീവനില്ലാത്തതിനെയും എന്ന് പറഞ്ഞാൽ നിങ്ങളെ മരിപ്പിക്കാനും അവന് കഴിയും. അപ്പൊ ലളിതമായി പറഞ്ഞതാണ്. ഇവിടെ ഒരു ഫിലോസഫി പറഞ്ഞിട്ട് ലളിതമായ ഒരു കാര്യം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊള്ളുന്നതാണ്. തുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, നീ നിർജീവമായതിൽ നിന്നും ജീവനുള്ളതിനെ ഉണ്ടാക്കുന്നു, ജീവനുള്ളതിനെ എന്ത് ചെയ്യുന്നു? നിർജീവമാക്കുന്നു. തർസുഖു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് നൽകുന്നു, ജീവിതോപാധികൾ നൽകുന്നു. എങ്ങനെ നൽകുന്നു? ബിഗൈരി ഹിസാബ്, ജീവിതോപാധി വിഭവം. ജീവിതോപാധി എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള എല്ലാ സംഭവങ്ങളെല്ലാം എന്താണ്? വിഭവങ്ങളല്ലേ, ഗുഡ്സ്, സാധന സാമഗ്രികൾ. അപ്പോ ബുദ്ധിയും അതിൽപ്പെടും, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ബുദ്ധി, അറിവ് എല്ലാം രിസ്ക്കിൽ പെടും. അതെന്ത് ചെയ്യുന്നു?
തർസുഖു നീ ഇസുക്ക് നൽകുന്നു. ആർക്ക്? മൻ തശാ നീ ഉദ്ദേശിക്കുന്നവർക്ക്. എത്ര ക്വാണ്ടിറ്റിയാണ് നൽകുന്നത്? ബിഗൈരി ഹിസാബ്, വിത്തൗട്ട് എനി മെഷർമെന്റ്. ഹിസാബ് എന്ന് പറഞ്ഞാൽ ഒരു കണക്ക് ഒരു കണക്കുമില്ലാതെ, ഒരു കണക്കുമില്ലാതെയാണ് നീ ഉദ്ദേശിക്കുന്നവർക്ക് വിഭവങ്ങൾ നൽകുന്നത്. ലാ യത്തഖിദുൽ മുഅ്മിനൂന അൽ കാഫിരീന, വിശ്വാസികൾ സത്യനിഷേധികളെ ഔലിയ ആയി സ്വീകരിക്കുക. ഔലിയ ആയി സ്വീകരിക്കുക. ഔലിയ ആയി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടാക്കാൻ പാടില്ല എന്നല്ല എൻ്റെ അർത്ഥം. പക്ഷേ ഫ്രണ്ടിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന്റെ അപ്പുറമുള്ള ഫ്രണ്ട്ഷിപ്പ് അതാണ്. അയ്യല്ലതിനാമനും ഇല്ലാത്തഹു ബിത്വാനത്തും മിൻദൂനിക്കും, നിങ്ങളല്ലാത്തവർക്ക് നിങ്ങളുടെ ഉള്ളുകളികൾ അറിയാൻ പാടില്ല. നമ്മുടെ ഉള്ളുകളികളും കാര്യങ്ങളും അറിയുന്നവരായ ആത്മമിത്രങ്ങളായി സ്വീകരിക്കും. സാഹിബാകാം. സാഹിബ് എന്ന് പറഞ്ഞാൽ എന്താ? സഹവാസി, സഹവസിക്കുന്നയാൾ ആകാം. ജമീലൊക്കെ ആകാം. ജമീൽ ക്ലാസ്മേറ്റ് ആണ്. അതുപോലുള്ള ആൾക്കാരൊക്കെ ആകാം. പക്ഷേ നമ്മുടെ ഉള്ളുകളികൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ നടപടിക്രമങ്ങൾ ഒന്നും അവരറിയാൻ പാടില്ല. അങ്ങനെ അറിയുന്നവരായി സത്യനിഷേധികളെ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അൽ വലാ വൽ വറാ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ചപ്പാത്തി കഴിഞ്ഞു. അൽ വലാ വൽ വറാ എന്ന് പറയും. അൽ വലാ വൽ വറാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അൽ വലാ എന്ന് പറഞ്ഞാൽ വലിയായി സ്വീകരിക്കുക. അൽ വൽ വറ എന്ന് പറഞ്ഞാൽ അവരെ ഒഴിവാക്കുക. വറാഅത്തും മിനല്ലാഹി വറസൂലിഹി എന്നൊക്കെ പറഞ്ഞത്. അപ്പം നമ്മളല്ലാത്തവര് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ഉള്ളുകളികൾ അറിയുന്നവരാക്കാൻ പാടില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ, രഹസ്യ കാര്യങ്ങളൊക്കെ അവർ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ അറിയുന്നവരായി അവരാക്കാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച്. ഇന്ന് ഒരു 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 വ്യക്തിക്ക് ഒരു ഫോൺ കോൾ വന്നപ്പോഴത്തേക്ക് അവരെ ആര് വിളിച്ചതാണ് എന്ന് വരെ എന്ത് ചെയ്തു? അവർ തീരുമാനിച്ചു. കേട്ടവര് ഇതിന് പറഞ്ഞത് അയാൾ അവിടെ പോകാൻ പോകണമെന്നാണ്. ഇന്ന് വാർത്തയിൽ കേട്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളെ കാറെടുത്ത് കൊണ്ട് ബാക്കി കൊണ്ടിട്ട് കൊണ്ടിട്ടപ്പോഴത്തേക്ക് പറഞ്ഞ് അല്ല അവന് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോ അത്രയും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കും നമ്മളെ കുറിച്ച്. നമ്മുടെ ഉള്ളുകളികൾ അറിയുന്നവരായി മറ്റാരെയും സ്വീകരിക്കരുത്. അതാ പറഞ്ഞത്. ലാ യത്തഖിദുൽ മുഅ്മിനൂന അൽ കാഫിരീന, എന്താക്കരുത്? ഔലിയാ ആക്കരുത്. അപ്പോൾ ലാ യത്തഖിദ് എന്നതിന്റെ കർത്താവാരാണ്? സെന്റൻസിന്റെ കർത്താവാരാണ്? ലാ യത്തഖിദ് സ്വീകരിക്കരുത്. എന്ന് പറഞ്ഞതിന്റെ ഈ സെന്റൻസിൽ, ഈ ജുംലയില് അതിന്റെ ഫാഇൽ ഏതാണ്? അൽ മുഅ്മിനൂൻ. അൽ മുഅ്മിനൂനാണ്. ലാ യത്തഖിദ്. അപ്പം ഫാഇലിനെ നോക്കണം നമ്മളെ റഫ് അടയാളമായ ദമ്മ ചെയ്യപ്പെട്ടതായ പദമേതാണെന്ന് നോക്കണം. അപ്പോൾ അൽ മുഅ്മിനൂൻ റഫ് ചെയ്യപ്പെട്ടതാണ്, ദമ്മ ചെയ്യപ്പെട്ടതാണ്. അതായത് കർത്താവ്. അതിന്റെ ഒബ്ജക്റ്റ് ഏതാണ്? രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. മഫ്ഊലുൻ ബിഹി രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് കാഫിരീനെയാണ്, രണ്ടാമത് ഔലിയ ആണ്. അപ്പൊ ലാ യത്തഖിദ് സ്വീകരിക്കരുത്. ആര് സ്വീകരിക്കരുത്? അൽ മുഅ്മിനൂൻ, വിശ്വാസികൾ സ്വീകരിക്കരുത്. ആരെ സ്വീകരിക്കരുത്? അൽ കാഫിരീന, സത്യനിഷേധികളെ. എന്തായിട്ട് സ്വീകരിക്കരുത്? ആയിട്ട് സ്വീകരിക്കരുത്. ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത്. മിൻദൂനിൽ മുഅ്മിനീൻ, വിശ്വാസികളെ കൂടാതെ. വമൻ യഫ്അൽ ദാലിക, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫലൈസ മിനല്ലാഹി ഫീ ഷൈ, അള്ളാഹ്ക്ക് അവന്റെ കാര്യത്തിൽ ഒന്നും ഉത്തരവാദിത്വമില്ല. നമ്മുടെ പാട് നോക്കി മറ്റുള്ളവരെയൊക്കെ എന്താക്കാൻ പോയാൽ അവരെ നമ്മുടെ ആത്മമിത്രങ്ങളൊക്കെ ആക്കി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് നമ്മൾ പറയുന്ന തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി, അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി
അങ്ങനെ നമ്മുടെ ഉള്ളുകള്ളികൾ അറിയുന്നവരായി നമ്മൾ അവരെ ആക്കുന്നതോടുകൂടി നമ്മൾ എന്തായി? ഒന്നുമില്ലാതായി, കറിയിലെ കറിവേപ്പില പോലെ ആയിത്തീരും. അതാണ് പറഞ്ഞത് അള്ളാഹ്ക്ക് പിന്നെ അവന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമില്ല. ഇല്ല തെത്തക്കോ മിൻഹും തുക. പിന്നെ എന്ത് ചെയ്യണം? അവരിൽ നിന്നും അവൻ സൂക്ഷ്മത പാലിക്കുക എന്നതല്ലാതെ. അപ്പൊ അവരെന്തെങ്കിലും നമ്മൾ ചെയ്തു കളയുമോ എന്നത് നമ്മൾ സൂക്ഷിക്കുക എന്നതല്ലാതെ മറ്റൊന്നും മറ്റൊരു ഉത്തരവാദിത്വം അള്ളാഹ്ക്ക് ഇല്ല. പരിഭാഷയിൽ എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് എന്തോ അത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും ഗോപിമാനം എല്ലാവരെയും 28. വിശ്വാസികളെ വിട്ട് നിഷേധികളെ ആത്മമിത്രങ്ങളും രക്ഷാധികാരികളുമായി സ്വീകരിക്കാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവൻ അള്ളാഹുമായി ഒരു ബന്ധവുമില്ല. പക്ഷേ നിങ്ങൾ അവരുടെ അക്രമത്തിൽ നിന്നും രക്ഷ തേടുന്നത് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു നയം സ്വീകരിക്കേണ്ടതാണെങ്കിൽ അത് മാപ്പാക്കപ്പെടുന്നതാകുന്നു. ഇല്ലാൻ തെത്തക്കോ മിൻഹും തുഖാത്തൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ അവരിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഒരു തന്ത്രം എന്ന നിലയ്ക്ക് എന്ത് ചെയ്യാം? അവരുമായി ചങ്ങാത്തം കൂടാം എന്നാണ്. അപ്പൊ അതിന് അതിൻ്റെതായ ലിമിറ്റ് ഉണ്ട്. അള്ളാഹ് അവനെ കുറിച്ച് തന്നെ നിങ്ങളെ മുന്നറിയിപ്പ് നൽകും. അള്ളാഹ് അവനെ കുറിച്ച് തന്നെ നിങ്ങളെ മുന്നറിയിപ്പ് നൽകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ശിക്ഷയെ നിങ്ങൾ പേടിച്ചോളിയും. നിങ്ങൾ ഇതുപോലുള്ള പണിത്തരങ്ങളൊക്കെ കാണിച്ചാൽ, വിശ്വാസികളെ വിട്ട് അവിശ്വാസികളെ ആത്മമിത്രങ്ങളായി സ്വീകരിച്ചാൽ എന്ത് ചെയ്യും? അള്ളാഹ് നിങ്ങളെ ശിക്ഷിക്കേണ്ടതുണ്ട്. അതാണ് അള്ളാഹ് അവനെ കുറിച്ച് നിങ്ങളെ മുന്നറിയിപ്പ് നൽകുന്നു. തുക്കാത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കൽ, സൂക്ഷ്മത. ഇത്തഖ സൂക്ഷിച്ചു. ഇത്തഖയിൽ നിന്നും വന്നതാണ്. ഇത്തഖ യത്തഖി, അതിന്റെ ക്രിയാധാതുവാണ് ഇത്തിഖാഉൻ. അതേപോലെ ഒരു പദമാണ് തുഖാത്തുൻ എന്നത്. ഇത്തിഖായിന് പകരം തുഖാത്തും ഉപയോഗിക്കാം. സൂക്ഷിക്കൽ. തുഖാത്തൻ, അവരിൽ നിന്നും ഒരു സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി അല്ലാതെ. അങ്ങനെ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി ഒരു തന്ത്രപൂർവ്വം അങ്ങനെ ചെയ്താൽ ഇതില്ല, അള്ളാഹ് നിങ്ങളെ ശിക്ഷിക്കില്ല. അവനിലേക്കാണ് മടക്കം. അൽ മസീർ എന്താ എഴുതുന്നത്? അർത്ഥം എഴുതുന്നത് മടക്കപ്പെടൽ എന്നാണ് മസീറിന്റെ ശരിക്കുള്ള ഭാഷാർത്ഥം. അപ്പോ മടക്കസ്ഥാനം എന്നും അർത്ഥമുണ്ട്. മടക്കസ്ഥാനം, മസീർ മടക്കസ്ഥാനം. ഇലല്ലാഹിൽ മസീർ, അള്ളാഹിന്റെ അടുക്കിലേക്കാണ് മടങ്ങി ചെല്ലുന്നത്. മടങ്ങി ചെല്ലാനുള്ള സ്ഥലം അള്ളാഹിന്റെ അടുക്കിലാണ്. ഖുൽ, പറയൂ, ഇൻ തുഖ്ഫു മാ ഫീ സുദൂരിക്കും, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചാൽ, നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചാൽ, രഹസ്യമാക്കി വെച്ചാൽ. അഖ്ഫാ യുഖ്ഫി, രഹസ്യമാക്കി വെച്ചു. ഇൻ തുഖ്ഫു മാ ഫീ സുദൂരിക്കും, നിങ്ങളുടെ ഹൃദയത്തിലുള്ള നിങ്ങൾ രഹസ്യമാക്കി വെച്ചാൽ, ഔ തുബ്ദൂഹു, അല്ലെങ്കിൽ വെളിവാക്കിയാൽ, യഅലമുഹുല്ലാഹ്, അള്ളാഹ് അതിനെ അറിയുന്നു. നിങ്ങൾ രഹസ്യമാക്കി വെച്ചാലും പരസ്യമാക്കി വെച്ചാലും അള്ളാഹ് അറിയുന്നു. നിങ്ങൾ രഹസ്യമാക്കി വെച്ചാലും പരസ്യപ്പെടുത്തിയാലും അല്ലെങ്കിൽ വെളിപ്പെടുത്തിയാലും അള്ളാഹ് അതിനെ അറിയുന്നു. യഅലമുഹുല്ലാഹ്. അപ്പൊ യഅലംഹു എന്ന് പറഞ്ഞാൽ മീമിന് സുക്കൂൻ എങ്ങനെ വന്നു? വന്നുകൊണ്ട്
തൊഫൂന് ഔ ചേർത്ത് രണ്ടാമത് ഔ വന്നതുകൊണ്ട് ആവ് ചേർത്തപ്പോൾ തുബദൂഹു ആണ്. പിന്നീട് കണ്ടീഷന്റെ കണ്ടീഷന്റെ ജവാബാണ്. കണ്ടീഷന്റെ ജവാബാണ്. ഇൻ വന്ന കണ്ടീഷനാണ്. അതാണ് ഇൻ തുഖ്ഫു മാഫി സുദൂരിക്കും ഔ തുബ്ദൂഹു എന്ന് പറഞ്ഞത്. അലാംഹു, അങ്ങനെ നിങ്ങൾ രഹസ്യമാക്കി വെച്ചാലും രഹസ്യമാക്കി വെക്കുന്നതാകട്ടെ അല്ലെങ്കിൽ പരസ്യമാക്കുന്നതാകട്ടെ അള്ളാഹ് അതറിയുന്നു. അപ്പൊ യലാംഹുള്ള, അള്ളാഹ് അത് അറിയുന്നു. അപ്പൊ എന്താണ് അതിന്റെ റിസൾട്ടാണ്, കണ്ടീഷന്റെ റിസൾട്ടാണ്. അതുകൊണ്ടാണ് യലാംഹു എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല അള്ളാഹ് അറിയുന്നത്, ആകാശഭൂമിയിലുള്ളത് എല്ലാം ഒക്കെയും അവനറിയും. എന്താ പറക്കം തളികളെ കുറിച്ച് എന്തോ ഇൻഫർമേഷൻ ട്രംപ് പുറത്തുവിട്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വായിച്ചോ, കേട്ടോ? അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ വറിയിടേണ്ട കാര്യമില്ല. അതേസമയം അള്ളാഹ്ക്ക് അതിനെ കുറിച്ച് കൃത്യമായ അറിവുണ്ട്. വറക്കത്തിന് അത് പറഞ്ഞല്ലോ, ഒരു ഇല വീഴുന്നത് അവൻ അറിയുന്നു. അത് റുത്തബാകട്ടെ അല്ലാത്തതാകട്ടെ, അത് പച്ചയിലാകട്ടെ ഉണങ്ങിയിലാകട്ടെ, അത് വീഴുന്നത് അവൻ അറിയുന്നു. അതുകൊണ്ടാണ് ആലിലെ ചിരിച്ചാൽ അവനറിയും, അലറിയാൽ അതും അറിയും എന്ന് പറഞ്ഞു. ആലില ചിരിച്ചാൽ അതും അള്ളാഹ്ക്കറിയും. അതേപോലെ അലറിയാൽ അതിനെയും അറിയാം. അതേപോലെ തന്നെ ഒരു ചെറിയ കടുകുമണി, അതൊരു പാറയ്ക്കുള്ളിലാണ്. ആകാശത്തിൽ എവിടെയാണ്, ഈ ഭൂമിയിൽ എവിടെയാണ്. അതിനെ അള്ളാഹ് അവിടെ കൊണ്ടുവരും ലോകത്ത്. അപ്പൊ അതിനൊക്കെ അള്ളാഹിന്റെയും അറിയുന്നുണ്ട് എന്നർത്ഥം. മാഫി സമാവാത്തി ഒമാഫിൽ ആകാശ ഭൂമികളിലുള്ളതൊക്കെയും അവൻ അറിയുന്നു. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹ് എല്ലാറ്റിനും കഴിവുറ്റവനാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു. നേരത്തെ ഒരിക്കൽ പറഞ്ഞില്ലേ? ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞു നേരത്തെ. ഇവിടെ അള്ളാഹ് പറയുന്നു, അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹ് എല്ലാറ്റിനും കഴിവുറ്റവനാണ്. ഓക്കെ, എനി മോർ ഡൗട്ട്? ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഓഡിയോ, ശബ്ദവും വെളിച്ചവും ഒക്കെ ക്ലിയർ ആണോ? ക്ലാസ് ഒക്കെ നേരെ കാണുന്നുണ്ടോ? സൗണ്ട് കുറച്ച് കുറവുണ്ട്. എന്താണ് എന്റെ സിസ്റ്റത്തിൽ മാത്രമാണോ എല്ലാവർക്കും എനിക്ക് അനുഭവപ്പെടുന്നുണ്ടോ എനിക്കറിയില്ല. സൗണ്ട് മൈക്രോഫോൺ കുറച്ച് ദൂരത്തേ ഉള്ളത്. ഞങ്ങൾക്ക് കുഴപ്പമില്ല. സാധാരണ സൗണ്ട് കിട്ടുന്നില്ല. സാധാരണ സൗണ്ട് ഇല്ല, അത് ബ്ലൂടൂത്ത് ആണ്. ഇപ്പൊ ബ്ലൂടൂത്ത് വെച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ ദൂരത്തുള്ള ഈ ക്യാമറയിൽ നിന്നാണ് സൗണ്ട് കിട്ടുന്നത്. സാധാരണ നല്ല സൗണ്ട് ഉണ്ടാവില്ല. ഫുൾ വോളിയത്തിൽ ലാപ്ടോപ്പിന്റെ ബേക്കിലാണ് ക്യാമറ ഉള്ളത്. കാണാൻ പറ്റില്ല. ലാപ്ടോപ്പിന്റെ ബേക്കിലാണ് ക്യാമറ ഉള്ളത്. ആ ക്യാമറയിലാണ് ഈ സൗണ്ട് വരുന്നത്. ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം ബ്ലൂടൂത്ത് വെച്ച് നോക്കാം. ഇത് പുതിയ സിസ്റ്റം ആയതുകൊണ്ട് ഇതില് ബ്ലൂടൂത്ത് കണക്ട് ആകുന്നില്ല. വേറെ എന്തോ പ്രശ്നമുണ്ട്. ബദൽ സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഇൻഷാല്ലാഹ് അടുത്ത പ്രാവശ്യം നോക്കാം കണക്ട് ചെയ്യാൻ പറ്റുന്നു. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം അറബി ക്ലാസ് എടുത്തപ്പോൾ അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞിരുന്നു അവര്. നമുക്ക് നോക്കാം. വീഡിയോ കുറച്ചുകൂടെ ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? സൗണ്ടിലാണ് കുറച്ച് സൗണ്ട് കുറച്ച് കുറവായിട്ട്. പരിഹരിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഉസ്താദ് പറയുന്നു ആൻസർ കീ അയച്ചിട്ടാണ്. നമ്മൾ സ്വപ്ന വിളിച്ച് ഇതുവരെ തന്നിട്ടില്ല. കഴിഞ്ഞ അൽബക്കറിന്റെ ആൻസർ കീ വേറെ. പിന്നെ കഴിഞ്ഞ അൽബക്കറി ഡോക്ടർ ഫാത്തിമ എന്ന് പറഞ്ഞ താത്ത ഉണ്ടായിട്ടില്ല, ഇപ്പൊ ഇല്ല. ഡോക്ടർ ഫാത്തിമ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ വരാറില്ല.
ഒരു വിവരമില്ലല്ലോ. മുക്താർ ഫാത്തിമ അല്ല, ഒരു ഹോസ്പിറ്റലിന്റെ എന്താണ് ഡയറക്ടർ ബോർഡ് മെമ്പറായ ഒരു ഫാത്തിമയുണ്ട്. കഴിഞ്ഞ അൽബക്കറിൽ ഉണ്ടായിരുന്നു, നമ്മളെല്ലാം എല്ലാ ക്ലാസ്സിലും കഴിഞ്ഞ ഇടപെടാറുണ്ട്. അൽബക്കറയിൽ ഉണ്ടായിരുന്നത് അവര് അതിന് മുമ്പ് അൽബക്കറ ചെയ്തിട്ടുണ്ട്. അത് ഒന്നുകൂടെ പഠിക്കാൻ വേണ്ടി കഴിഞ്ഞ അൽബക്കറയിൽ ചേർന്നതാണ്. അവർ ആ അൽബക്കറയിലെ പരീക്ഷ എഴുതിയില്ല, നിങ്ങളുടെ കൂടെ പരീക്ഷ എഴുതിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അവർ അതിന് മുമ്പ് അൽബക്കറയിലെ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഞാൻ നോക്കി, റിസൾട്ട് വന്നപ്പോൾ ഞാൻ നോക്കി അവരുടെ പേരില്ലാത്ത എന്തുകൊണ്ടാണ്. സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ ഇടപെടാറുണ്ട്. അതെ, ഇപ്പോഴവർ അറബിക് ക്ലാസ്സിലാണ് ഉള്ളത്. അറബിക് ക്ലാസ്സിലുണ്ട്, വേറെ ഏതോ ക്ലാസ്സിലൊക്കെ ഉണ്ട്. അവര് ദയ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ്. തൃശ്ശൂർ ദയ ഹോസ്പിറ്റൽ. അറബിക് ക്ലാസ്സോ? അറബിക് ക്ലാസ് തന്നെ. അറബിക് ക്ലാസ് ഉണ്ട്, ഇതൊരു അറബിക് ക്ലാസ് ആണ്, ഖുറാൻ. അത് കൂടാതെ പ്യുവർ അറബിക് ഉണ്ട്. ആ, കമ്മ്യൂണിക്കേറ്റീവ് അറബിക് അതുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് അറബിക് വേണമെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം? എപ്പോഴും പറയുന്നതാണ്, ഞാൻ ഇതുവരെ എന്നെ ചേർത്തിയൊന്നുമില്ല. ആ, അതിച്ചിരി പണിയുള്ളൂ ചേർത്തണമെങ്കിൽ. എന്താ ഒന്ന് ഞാൻ തന്നെ അതിനുവേണ്ടി സമയം ഉണ്ടാക്കണം. ഷെഫിനാണ് കേരളത്തിൽ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, ഒരു ബാച്ച് ഷെഫിന് എടുക്കുന്നുണ്ട്. അടുത്തത് ഷെഡ്യൂൾ ചെയ്യണം. അല്ലെ നമ്മളൊന്നും ചേർക്കാൻ പറ്റൂല, തുടങ്ങി പോയതായിരിക്കൂലേ. ഷെഫിനാട് ഇപ്പം ഒരു പുസ്തകം കഴിഞ്ഞ് രണ്ടാമത്തെ പുസ്തകം തുടങ്ങി. അപ്പൊ അതിൽ ചേരാൻ പറ്റില്ല, ഇനി പുതിയ ബാച്ച് തുടങ്ങണം. നമ്മൾ ഫസ്റ്റ് മുതലുള്ള ക്ലാസ്സില്ലേ, അലിഫ് ബാത്താസ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം, അതുപോലെ നമ്മളെ പഠിപ്പിച്ചതാണ് ക്ലാസ്. നമുക്കൊന്ന് പിന്നെ ട്രെയിനിങ് തന്നൂടെ? കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ്ങോ? അതുള്ള ട്രെയിനിങ് എന്നല്ല, നമ്മൾ ആ ക്ലാസ് ഒന്ന് നമുക്കിപ്പോ കുറച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലാസ് ആണല്ലോ നമുക്ക് ഫസ്റ്റ് തുടങ്ങിയത്. അങ്ങനെയൊന്നുമില്ല, നിങ്ങളെ തുടക്കം മുതലേ ഉണ്ട്. തുടക്കം മുതലുണ്ട്. പക്ഷേ ഈ ചെറിയ കുട്ടികൾക്ക് 4 വയസ്സായ 5 വയസ്സായ കുട്ടികൾക്ക് തുടക്കം മുതൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആ കോഴ്സ് നമുക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? ആ കോഴ്സ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുമെന്നല്ലേ? അത് നമ്മളെ ടീച്ചർമാരിൽ ഉൾപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് 10 കുട്ടികളെ തന്നാൽ പഠിപ്പിക്കാൻ പറ്റുമോ? എങ്കിൽ നമ്മൾ എങ്ങനെയാ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞുതരും. അല്ല എനിക്ക് പഠിപ്പിക്കാനുള്ള ഒരു ട്രെയിനിങ് ഇല്ലേ, അത് ട്രെയിനിങ് എന്ന് വെച്ചാൽ പഠിപ്പിച്ചു തരിക, അതന്നെ. നമുക്ക് അത് 5 വയസ്സുള്ള കുട്ടിയൊക്കൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അത് നമുക്ക് പഠിപ്പിച്ചു തന്നില്ലല്ലോ ഉസ്താദ്. 5 വയസ്സുള്ള കുട്ടികൾക്ക് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും അല്ലേ? അതിന് 5 വയസ്സെന്നല്ല, നിങ്ങൾ താഴോട്ട് ഇറങ്ങി വരണം. 5 വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കണം, നിങ്ങൾ 5 വയസ്സുള്ള ആളായിട്ട് ഇറങ്ങി വരണം. റെഡിയാണോ? അതന്നെ. അങ്ങനെ നമുക്ക് ആ ട്രെയിനിങ് നമുക്ക് തരണം. ഫസ്റ്റ് അത് കിട്ടിയില്ല, അത് നമുക്കൊന്ന് തരണം. അതെ, അത് ടീച്ചർമാർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണ്. പ്യുവർ ടീച്ചർമാർക്ക് കൊടുക്കുന്നത്. ടീച്ചറായി മുന്നോട്ട് വരുന്ന ആളുണ്ട്, 4-5 ടീച്ചർമാരുണ്ട് അത് പഠിപ്പിക്കുന്ന. അവർ ടീച്ചറെ വന്നാൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഞങ്ങൾക്ക് ടാബ് വേണം അത് പഠിപ്പിക്കണമെങ്കിൽ. ഓൺലൈനായിട്ട് പഠിപ്പിക്കണമെങ്കിൽ ടാബ് വേണം. ഓൺലൈൻ ഇല്ലായിട്ട് അല്ലെങ്കിൽ എഴുതി ചോക്ക് വെച്ച് എഴുതി പഠിപ്പിക്കും. നിങ്ങൾ 10 കുട്ടികളെ സംഘടിപ്പിക്കും, ഞാൻ പഠിപ്പിച്ചു തരാം എങ്ങനെ പഠിപ്പിക്കേണ്ടത്. കുട്ടികളെ സംഘടിപ്പിക്കാൻ അതിപ്പോ സംഘടിപ്പിക്കാൻ കഴിയൂല. അപ്പൊ എന്റെ മക്കളുണ്ട്, കുട്ടികളുണ്ട്, 4-5 പേരക്കുട്ടികളും, അല്ല 7 ആളുണ്ട്. പക്ഷെ ചെറിയ കുട്ടികളെ നമ്മളെ കൂട്ടുന്ന ഒരു 6 മാസം മുമ്പ് ഒരു ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നല്ല, വാട്സാപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് ട്രെയിനിങ് അണ്ടർസ്റ്റാൻഡ് കൂടാൻ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ്. ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ ഞാൻ ഫസ്റ്റ് ചേർന്നതാണ്. അന്ന് ആ ഫീസ് അടിച്ച് ചേർന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ്, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ കുട്ടിയല്ലല്ലോ, എന്റെ കുറ്റം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങളുടെ പേരക്കുട്ടികൾ നിങ്ങളുടെ മുന്നിൽ വന്ന് ബുക്കും വെച്ചിട്ട് അവിടെ ഇരിക്കുവോ, എങ്കിൽ നിങ്ങൾക്ക് ബോർഡിൽ എഴുതി പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാന്ന് നമ്മൾ പറഞ്ഞുതരും. ബോർഡും ഒക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പക്ഷെ മക്കള് അല്ല, ട്രെയിനിങ് ഞാൻ തന്നെ എടുക്കണം ഞങ്ങൾ പറഞ്ഞേ. പിന്നെ ആരെടുക്കും? അല്ല, അതിനുള്ള ട്രെയിനിങ് അല്ല, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് പരസ്യം കൊടുത്തില്ലല്ലോ ഉസ്താദ്. നിങ്ങളുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ പഠിപ്പിക്കാം. നിങ്ങൾ നമ്മളെ ചേർത്ത്
അത് ചേർക്കാൻ അവർ ചേർക്കില്ല. നമ്മൾ പഠിപ്പിക്കുന്ന പോലെ 10 മാസം കൊണ്ട് ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്ന ഒരു ഒരു സിസ്റ്റവും വേറെ ലോകത്തില്ല. ചേർത്തിയതാ, വേറെ ഗ്രൂപ്പിൽ ചേർത്തിയതാ. ലോകത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ ചേർത്തിയാല് എന്ത് ചെയ്യും? നമ്മൾ ടീച്ചറെ വെച്ച് അല്ല, എനിക്ക് കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള പിന്നെ അതിന് 3 വയസ്സ് നിങ്ങൾ മുതലേ പഠിപ്പിച്ചു കൊടുക്കാനുള്ള. പഠിപ്പിക്കാൻ റെഡിയാണെന്ന് 10 കുട്ടികളെ നിങ്ങൾ സങ്കല്പിക്കുക. 10 കുട്ടികൾ നിങ്ങളുടെ വന്ന് ഇരിക്കുമെന്ന് ചോദിക്കണം അവരടുത്ത്. നിങ്ങളെ ബുക്കും പേപ്പറും വെച്ച് വന്ന് ഇരിക്കുമോ? നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്താൽ അവർ വാങ്ങണം. ആ 10 പേര് 10 കുട്ടികളുണ്ടെങ്കിൽ 10 പേരും ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം. അത് റെഡിയാണോ എന്ന് ചോദിക്കുക. എന്നിട്ട് അവർ നിങ്ങൾ വന്നിരിക്കുമോ, ഞാൻ പഠിപ്പിക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പാഠം പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു തരും. അത് പഠിപ്പിച്ചു തരുമ്പോൾ രണ്ടാമത്തെ പാഠം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് പറഞ്ഞു തരും. കുട്ടികളില്ലാത്ത ട്രെയിനിങ് തരത്തില്ലേ ഒരു സമയം? കുട്ടികളില്ലാതെ അതായത് തന്നെ നമ്മള് വെള്ളത്തിൽ ഇറങ്ങാതെ നീന്ത പഠിപ്പിക്കൂല. മോണ്ടിസേരി ട്രെയിനിങ് എങ്ങനെയാ കൊടുക്കുന്നത്? അല്ല, ട്രെയിനിങ് training- കിട്ടിയിട്ട് നമ്മള് പിന്നെ പിള്ളേരെ പിന്നെ പഠിപ്പിക്കുക. അതന്നെ ഞാനും പറയുന്നത്. മോണ്ടിസേരി ട്രെയിനിങ് എങ്ങനെയാ കൊടുക്കുന്നത്? നിങ്ങൾ സ്കൂളിൽ പോകണം അല്ലേ? നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ പറയും ഓക്കെ നിങ്ങൾ പഠിപ്പിക്കുമെന്ന് പറയും. നിങ്ങൾ പഠിപ്പിച്ച് തീരുമ്പോഴത്തേക്ക് 1 വർഷം കഴിയുമ്പോൾ പറയും ആക്കുക 1 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞിരിക്കുന്നു പറയും, സർട്ടിഫിക്കറ്റ് തരും. അത് നിങ്ങൾക്ക് ശമ്പളമില്ല, അതാണ് അങ്ങനെ തന്നെ. പിന്നെ അതിനിടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ അവർ ഇരുത്തി പഠിപ്പിച്ചു തരും. അത് വേറെ കാര്യം. കുറേ കാര്യങ്ങളൊക്കെ തരും, ഇല്ലെന്നല്ല. പക്ഷേ നിങ്ങൾ അവിടെ ചെല്ലണം, കുട്ടികളെ പഠിപ്പിക്കാൻ റെഡി ആവണം. അതാണ് ട്രെയിനിങ്. റെഡി ആവണമെങ്കിൽ അതിനുള്ള ഫസ്റ്റിലേ ഒന്ന് ഉസ്താദ് അതിന്റെ ഒരു ക്ലാസ് എടുത്തു തന്നാൽ മതി. അല്ല ആരെങ്കിലും ഒന്നുമില്ല, അത് സിമ്പിളാണ് സംഭവം. സിമ്പിൾ ആയിരിക്കും, നമ്മളിതൊക്കെ പഠിച്ചതുകൊണ്ട് സിമ്പിൾ ആയിരിക്കും. പക്ഷെ നമ്മക്കത് ഫസ്റ്റിലേ ABCD അല്ല അലിഫ് ബാത്താസ മുതൽ അത് പഠിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സംഭവം ഇതാണ്. നിങ്ങൾക്ക് 10 കുട്ടികളെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യും. നോട്ട്ബുക്കിൽ എഴുതലേ വിളിക്കുക. മോന്റെ മക്കളെ വിളിക്കുക, മോളെ അതിപ്പോ മക്കളെ. നടക്കുന്ന സംഭവമല്ല. നടക്കൂല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. അതാണ്. അത് നടക്കൂല. അവരോട് പറയണം, മക്കളെ നിങ്ങൾ പഠിക്കാൻ സന്നദ്ധമാണോ? ഞാൻ പഠിപ്പിക്കാൻ പോവാണ്, ഓടൊക്കെ വാങ്ങി വെച്ച് പഠിപ്പിക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ വന്നിരിക്കാൻ റെഡിയാണെങ്കിൽ അവരോട് പറയണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങ്. അപ്പം എന്ത് ചെയ്യണം? ഡെഡിക്കേഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതേപോലെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഡെഡിക്കേഷൻ ഉണ്ടാകണം. ഞാൻ റെഡിയാണ് പഠിപ്പിക്കാൻ, എൻ്റെ അടുത്ത് ടാബും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ബോർഡുണ്ട്, പെന്നുണ്ട്, കളർ പെന്നുണ്ട്, അവരുടെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഉണ്ട്. കളർ പെന്നും ബോർഡും ഒക്കെ അവിടെ ഉണ്ട്. എല്ലാം ഉണ്ട്. ഞാൻ കണ്ടല്ലോ അവിടെ. ഞാൻ കണ്ടല്ലോ അവിടെ. നമ്മള് കുട്ടികളോട് നമ്മൾ സംസാരിക്കുന്ന രൂപത്തിൽ ഇരുന്ന് ക്ലാസ് എടുക്കാമല്ലോ. നമ്മൾ കുട്ടികളോട് വലിയവരോട് സംസാരിക്കുന്നതിലല്ല കുട്ടികൾക്ക് നമ്മളൊക്കെ എങ്ങനെ ട്രെയിനിങ് കിട്ടുന്നത്? കാരണം നമ്മൾ കുട്ടികളുടെ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അത് വരും. അങ്ങനല്ല ഉസ്താദാണ്. അല്ല ഉസ്താദിന്റെ ഒരു പരസ്യം കണ്ടല്ലോ. 5 വയസ്സ് മുതലും 4 വയസ്സ് മുതലും ഒക്കെ ഉള്ള കുട്ടികൾക്ക് പഠിപ്പിക്കും. നമ്മള് അവരെ ചേർത്തി കുട്ടികൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഭയങ്കര ടാസ്ക് ഒന്നുമില്ല അതിനകത്ത്. എനിക്കൊന്നും പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു കയ്യില്ലല്ലോ. ഞാൻ ചോദിച്ചു. അങ്ങനല്ല. നിങ്ങൾ 2 കാര്യം ഞാൻ പറയുന്ന 2-ൽ 1 കാര്യം ചെയ്യണം. ഒന്ന്, നിങ്ങൾ പറയാണ് എൻ്റെ അടുത്ത് കുറച്ച് കുട്ടികളുണ്ട് ഉസ്താദെ, ഞാൻ പഠിപ്പിക്കാൻ പോവാണ്, എനിക്ക് പറഞ്ഞുതരാം എങ്ങനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് പുസ്തകം ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ സന്നദ്ധം. അവർ ഫീസ് തരണം നിങ്ങൾക്ക്. മോനാണെങ്കിൽ പൈസ ഇട്ട് തരാൻ പറയണം. അതായത് ഏത് സംഗതിക്കും എന്തുണ്ട്? കൊടുക്കൽ വാങ്ങലുണ്ട്. അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് വരണം. ഒന്ന്, അത് റെഡി ആണെങ്കിൽ എന്ത് ചെയ്യും? എങ്ങനെ പഠിപ്പിക്കുന്നത് പറയും. ഓക്കെ, എനിക്ക് 10 കുട്ടികളുണ്ട്, അവർ നാളെ ഒരു 1-ാം ക്ലാസ് വന്ന് പഠിപ്പിക്കാൻ പോകാൻ പഠിപ്പിക്കും. അതല്ല, നിങ്ങൾ നമ്മളെ ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ സന്നദ്ധമാണെങ്കിൽ നിങ്ങൾ ടാബുണ്ടോ, ടാബ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞുതരും. ഇത് രണ്ടും ഇല്ലെങ്കിൽ ടാബ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ കുട്ടികളെ തരും, നിങ്ങൾ പഠിപ്പിക്കും. ടാബ് തന്നെ വേണോ?
ടാബോ ഫോണോ അത് എഴുതി പഠിപ്പിക്കാനുള്ള സംഭവം അത് ഉപയോഗിച്ചിട്ട് എഴുതണം. എഴുതി പഠിപ്പിക്കാനുള്ള ബോർഡിന്റെ പെന്നൊക്കെ ഇവിടെ ഉണ്ട്. ആ അതെ, നേരിട്ട് വരുന്നവരാണ് അവിടെ എഴുതി പഠിപ്പിക്കണം. അവരോട് പുസ്തകം വാങ്ങിക്കാൻ പറയും. എന്നിട്ട് അതാണ് പഠിപ്പിക്കുക, അല്ലാതെ അന്തരീക്ഷത്തിലുള്ള സംഭവമല്ല പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്കൊന്ന് കിട്ടിയ അല്ലാത്ത പുസ്തകമായിരിക്കും അല്ലേ? എങ്ങനെ എഴുതി പഠിക്കാനുള്ള ഒരു പുസ്തകം, എഴുതി പഠിക്കാനുള്ള ആ ബ ത സ ന എല്ലാം എഴുതി പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇനിയും പണിയുണ്ട്, എനിക്ക് ഇനി പണിയില്ല, ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. എനിക്കൊക്കെ ഇഷ്ടം പോലെ പണിയുണ്ട്. നിങ്ങൾക്ക് ഇനി ഭക്ഷണം കഴിക്കണം, ചപ്പാത്തിയും ഇഷ്ടം പോലെ പണിയുണ്ട്. ചിക്കൻ കറിയൊക്കെ കഴിക്കണം. എത്ര മണിക്ക് കിടക്കും ഇഷത്ത്? അള്ളാഹ് സുബ്ഹാനഹു വ തആല നമ്മളെ ഒത്തുചേരൽ സാലിഹായ ഞാന് പല ചർച്ചയെല്ലാം സമയം വിട്ടുപോയി 12 മണിയൊക്കെ ആവും ചർച്ചയെല്ലാം വിട്ടുപോയി. വാട്സപ്പിൽ നമ്മൾ അയച്ചുതന്ന ആയത്തുകൾ നമ്മൾ നോക്കിയിട്ട് അത് പഠിക്കണം. എന്താണ് ഹുക്കും നടപ്പാക്കാൻ അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്? ഖുർആൻ നടപ്പാക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഹുക്കും നടപ്പാക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അത് നടപ്പാക്കാത്തവരെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അപ്പൊ ആൽമാഇദയിലെ തന്നിരിക്കുന്ന ആയത്തുകളൊക്കെ വായിച്ചു നോക്കുക. അങ്ങനെയാണ് തദബ്ബുർ ആക്കേണ്ടത്. ഒരു സംഭവം കിട്ടിയാൽ നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണം. അൽ വലാ വൽ വറാഇനെ കുറിച്ച് പറഞ്ഞു നമ്മള്. വലാവും വറാവും പിന്നെ അതെന്തേനി ഉസ്താദിന് ചോദിക്കാൻ? ഒരുപാട് ചർച്ചയിലേക്ക് പോകണ്ട. നേരത്തെ ഞാൻ പറഞ്ഞു തരുന്നത് വലിയായി സ്വീകരിക്കുക. വലിയായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളയാണ്. അള്ളാഹു വലിയുല്ലദീന ആമനു, അള്ളയാണ്. നമ്മൾ അള്ളാഹു വലിയുല്ലദീന ആമനു പഠിച്ചല്ലോ അൽ ബഖറയിൽ. സത്യവിശ്വാസികളുടെ വലിയ അള്ളയാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സത്യവിശ്വാസികൾ അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ്. വിശ്വാസികൾ, അപ്പം നമ്മുടെ കൈകാര്യകർത്താവ് അൾട്ടിമേറ്റ്ലി അള്ളയാണ്. നമ്മുടെ കൈകാര്യകർത്താവ്, രക്ഷാധികാരി, അതിൻ്റെ സുപ്രീം രക്ഷാധികാരി, ഏറ്റവും മേലെയുള്ള രക്ഷാധികാരി അള്ളയാണ്. പിന്നീട് നമ്മൾ എന്താണ്? സത്യവിശ്വാസികൾ പരസ്പരം രക്ഷകർത്താക്കളാണ് എന്ന് പറഞ്ഞു. രക്ഷാധികാരികൾ വലിയകളാണ്, ആത്മമിത്രങ്ങളാണ്. അപ്പോൾ ഒരാൾ മറ്റുള്ളവരുടെ, ഒരു സത്യവിശ്വാസി മറ്റേ സത്യവിശ്വാസികളുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നവനാകണം. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അതും പറഞ്ഞിട്ടുണ്ട്. തഅ്മുറൂന ബിൽ മഅറൂഫ് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അവർ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിരോധിക്കുന്നവരാണ്. അപ്പൊ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും വേണ്ടി അവർ ഒത്തൊരുമയോടുകൂടി ആത്മമിത്രങ്ങളെ പോലെ പ്രവർത്തിക്കുന്നവരാകണം. ഇത് രണ്ടും അല്ലാത്ത ഒരു വലിയ ഇല്ല. നമ്മൾ പറയും അയാൾ എന്തോ ഒരു വലിയാണ്, അയാളോട് സഹായം ചോദിക്കണം, അയാൾ നമ്മളെ സഹായിക്കും, അയാൾ ലോകത്തിന് നിയന്ത്രണം ഏറ്റെടുത്ത ആളാണെന്നൊക്കെ പറയും. അങ്ങനെ സംഭവമൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മരിച്ചുപോയ ഒരാൾ മരിച്ചുപോയാൽ പിന്നെ എന്ത് ചെയ്യും? അവരെ വലിയായി എടുക്കാൻ പറ്റുമോ? ജീവിച്ചിരിക്കുന്ന ആളിനെ വലിയായി സ്വീകരിക്കാന്ന് പറഞ്ഞല്ലോ. വലിയ എന്ന് പറഞ്ഞാൽ പരസ്പരം സഹായിക്കുന്നവർ, ആത്മമിത്രങ്ങൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവർ. പ്രത്യേകിച്ച് അത് എടുത്തു പറഞ്ഞതെല്ലാം അള്ളാഹിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ കുറിച്ചാണ്. അള്ളാഹിന്റെ ദീനിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയവരെ കുറിച്ചാണ്. അപ്പൊ എന്തായിരിക്കും? അത് സത്യവിശ്വാസികൾ പരസ്പരം വലിയകളാണെന്ന് പറഞ്ഞു. അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅദുഹും ഔലിയാഉ ബഅദ് എന്ന് പറഞ്ഞു. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും, അപ്പോൾ സത്യവിശ്വാസികളായ ആണും പെണ്ണും പരസ്പരം ആത്മമിത്രങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആത്മമിത്രങ്ങളായി അതൊക്കെ അതിൻ്റെ അന്തസത്ത ചൈതന്യം മനസ്സിലാക്കി അൽ വല. അപ്പൊ എന്താണ്? വലിയായി സ്വീകരിക്കലാണ്. വറ എന്ന് പറഞ്ഞാൽ അള്ള അല്ലാത്തവരെ വലിയായി സ്വീകരിക്കാതിരിക്കുക. നേരത്തെ പറഞ്ഞ വിശ്വാസികൾ പരസ്പരം ആത്മമിത്രങ്ങളാണ് എന്ന് പറഞ്ഞതൊഴിച്ച് ബാക്കിയുള്ളവരെ അവരെന്തോ ഒരു നിലയിൽ എന്നെ സഹായിക്കും, അവരിവിടെ എത്തിയില്ലെങ്കിലും മറഞ്ഞ് എവിടെ ഇരുന്നാലും എന്നെ സഹായിക്കും എന്ന് വിചാരിക്കാൻ പാടില്ല. അതേപോലെ മരിച്ചുപോയ ഒരാൾ വന്നിട്ട് എന്നെ സഹായിക്കും എന്ന് വിചാരിക്കാൻ പാടില്ല. മരിച്ച ആളിനെ വിളിക്കാൻ പാടില്ല. മരിച്ചുപോയ ആളിനെ സഹായത്തിനോ മറ്റു കാര്യങ്ങൾക്കോ വിളിക്കാൻ പാടില്ല. അങ്ങനെയുള്ള വലിയൊന്നും ഇല്ല. അതാണ് വറ എന്ന് പറയുന്നത്. സത്യനിഷേധികളായവരെ വലിയായി സ്വീകരിക്കാൻ പാടില്ല. അവരിൽ നിന്ന് നമ്മൾ മുക്തി നേടണം. അപ്പൊ എന്താണ്? അത് വറ ആണ്. അതേപോലെ അല്ലാത്തവരെ വലിയായി
കാണാത്തവരെ വലിയായി സ്വീകരിക്കാൻ പാടില്ല. അത് അതിൽ നിന്നും എന്താണ് മുക്തി നേടലാണ്. അതെന്താണ്? അതും വറ ആണ്. അതാണ് അൽ വല വൽ വറ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ നിലയ്ക്ക് ഖുർആൻ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാകുക. അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതിനിടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു ആരെങ്കിലും? ക്ലിയർ ഇല്ലാതെ ആരോ പറയുന്നുണ്ട്, എന്തോ പറയുന്നുണ്ട്. ഇല്ല. അപശബ്ദങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽബക്കറിൽ ഉണ്ടായിരുന്ന കുറെ സൗണ്ടുകളൊന്നും കേൾക്കുന്നില്ലല്ലോ ഇപ്പോ. അവരൊക്കെ എവിടെ പോയി? നിങ്ങൾ അവരെയൊക്കെ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒരാളെ പേര് വിളിച്ചാൽ മതി. ഇത് എല്ലാവരും സൈലന്റ് ഇല്ലായില്ലോ. ഞാൻ സൈലന്റ്. ഓരോരുത്തർ പേര് വിളിച്ചാല് പേര് കേൾക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഈ സംസാരിക്കുന്നവരൊക്കെ എനിക്കറിയാം. അവരെപ്പോഴും സംസാരിക്കും. അവർ ആ പേരുകാരെയൊന്നും കാണുന്നില്ല. സൂം യൂസർ ആരാ? സൂം യൂസർ അങ്ങനെ ഒരാളുണ്ട്. ആരാ? ആരാ? ശബ്ദിക്കണം, മറുപടി തരണ്ടേ? ഐഫോൺ ഞാൻ ഐഫോൺ ഉപയോഗിക്കുന്നൊക്കെ എഴുതിയ ആരാ? നിങ്ങളുടെ പേര് മാത്രം എഴുതിയാൽ പോരെ. ഐഫോൺ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ അറിയേണ്ട കാര്യമുണ്ട്. നമ്മളൊക്കെ സാധാ എന്താ പറയുക, റെഡ്മിയും അതുപോലുള്ള റിയൽമിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. സാംസങ് ഒക്കെ. ഏതായാലും അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറൻ. വഇയ്യാക്കും. ആമീൻ.